ഹലോ മക്കളെ, വെൽക്കം ടു എക്സാം പോയിന്റ്. അപ്പോൾ നിങ്ങൾക്ക് നാളെ ബേസിക് സയൻസിന്റെ എക്സാം ആണ് അല്ലേ? അപ്പോൾ ആ ഒരു എക്സാമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സ്പെഷ്യൽ ലൈവ് ആയിട്ട് എക്സാം പോയിന്റ് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ ലൈവിലേക്ക് ഓൾറെഡി എത്തിയല്ലേ? ഇനി നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക, അവർക്കും കൂടി നല്ല മാർക്ക് കിട്ടാനായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. സോ മാക്സിമം നമ്മുടെ ഈ ലൈവ് സെക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, സക്സസ്ഫുൾ ആക്കുക കേട്ടോ. എല്ലാവരും ഈ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ എക്സാം പോയിന്റിന്റെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നമ്മുടെ ചാറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതിലേക്ക് ജോയിൻ ചെയ്യുക ഫോർ മോർ അപ്ഡേറ്റ്സ് ആൻഡ് നോട്ട്സ്. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് എക്സാം പാറ്റേണിനെ പറ്റിയാണ്. എക്സാം പാറ്റേണിനെ പറ്റി പറയുകയാണെങ്കിൽ മൊത്തത്തിൽ 25 മാർക്കിനാണ് നിങ്ങളുടെ എക്സാം. ടോട്ടൽ ഓഫ് 2 hours. അതിൽ 15 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ആയിരിക്കും. ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ കൃത്യമായിട്ട് വായിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മൊത്തം എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? 7 ചോദ്യങ്ങളുണ്ട്. ആ 7 ചോദ്യത്തിൽ നിങ്ങൾ മൊത്തം വായിക്കേണ്ടത്, അറ്റൻഡ് ചെയ്യേണ്ടത് 5 എണ്ണമാണ്. ഇനി ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്, ഇനി എന്തൊക്കെ പോർഷൻസ് ആണ് നമുക്ക് എക്സാമിനുള്ളത് നോക്കാം. സോ ചാപ്റ്റർ 6 എന്ന് പറയുന്നത് സോഴ്സസ് ഓഫ് എനർജി ആണ്. ചാപ്റ്റർ 7 മാജിക് ഓഫ് സെൻസസ് ആണ്. ആൻഡ് ചാപ്റ്റർ 8 ഡൈവേഴ്സ് ഓർഗാനിസംസ് ആണ്. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേമിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നിങ്ങൾ ആനുവൽ എക്സാമിന് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? തേർഡ് ടേം ആണ് അല്ലേ? സോ തേർഡ് ടേമിന് മാക്സിമം ഞങ്ങൾ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റും സെക്കൻഡ് ടേമും ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ സോഴ്സസ് ഓഫ് എനർജി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആരാണ്? നമ്മുടെ വിദ്യാഭ്യാസമാണ്. മാജിക് ഓഫ് സെൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ദെൻ ഡൈവേഴ്സ് ഓർഗാനിസം പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ കെവിൻ സാറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൽ ഫുൾ ആ ഒരു ഇമ്പോർട്ടൻറ്റ് തേർഡ് ടേം മാത്രമല്ലേ ഫോക്കസ് ചെയ്യേണ്ടുള്ളൂ എന്ന് കരുതാതെ ഹോൾ ക്ലാസ്സിൽ എനർജറ്റിക് ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ സാറും മിസ്സും നമ്മളെ പയ്യെ ജോയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ആ ഒരു സോഴ്സസ് ഓഫ് എനർജിയിൽ സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. ഓക്കെ, സോഴ്സസ് ഓഫ് എനർജി. എന്തൊക്കെയാണ് സോഴ്സസ് ഓഫ് എനർജി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്? എന്തൊക്കെയാണ് നമുക്കറിയാമല്ലോ. ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് എനർജി. നമുക്ക് ലൈഫിൽ പല ഫോംസ് ഓഫ് എനർജി വേണം. നിങ്ങൾക്കിപ്പോൾ എന്നെ കാണാം അല്ലേ? ഇവിടെ ലൈറ്റ് ഉണ്ട്, ലൈറ്റ് എനർജി ഉണ്ട് അല്ലേ? ആൻഡ് എന്നെ കേൾക്കാം. എന്താണ്? എൻ്റെ സൗണ്ട് എനർജിയാണ് നിങ്ങളിലേക്ക് ട്രാവൽ ചെയ്ത് എത്തുന്നത് അല്ലേ? ഓക്കെ, സോ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് എനർജി. ഓക്കെ, ദ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ദാറ്റ് പ്രൊഡ്യൂസ് എനർജി ഇസ് നോൺ ആസ് സോഴ്സസ് ഓഫ് എനർജി. ഓക്കെ, ഫസ്റ്റ് തന്നെ നിങ്ങൾ സ്കൂളിലേക്ക് ട്രാവൽ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എവിടെ പോകണമെങ്കിലും നമുക്ക് ഇന്ന് എന്ത് വേണം? പണ്ടത്തെ പഴയ കാലത്തെ പോലെ നടന്നൊന്നുമല്ല നമ്മൾ പോകുന്നത് അല്ലേ? അല്ലേ? അതുപോലെ തന്നെ എന്താ വേണ്ടത്? അതിന് ഫ്യൂവൽസ് വേണം അല്ലേ? നമ്മൾ പറയാറുണ്ട് അല്ലേ? എന്താണ്? വണ്ടിയൊക്കെ എടുക്കുമ്പോൾ പെട്രോൾ അടിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഡീസൽ അടിക്കുന്ന കാര്യമൊക്കെ പറയാറുണ്ട് അല്ലേ? നമ്മൾ എവിടെയെങ്കിലും പോയി വരണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ വരെ പോയി വരാൻ ഇത്രയും പെട്രോൾ നമുക്ക് കത്തിക്കണം എന്ന് പറയാറുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണ്? ഫ്യൂവൽസ് ആണ് അല്ലേ? വണ്ടി ഓടണമെങ്കിൽ എന്ത് വേണം? ഒരു ഫ്യൂവൽ വേണം. വണ്ടിക്ക് മാത്രമല്ല അല്ലാതെയും നമുക്ക് എനർജി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്യൂവൽസ് അത്യാവശ്യമാണ്. ഓക്കെ, സോ മൈ ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ആർ ഫ്യൂവൽസ്? എന്താണ് ഫ്യൂവൽസ് എന്ന് പറയുന്നത്? ഓക്കെ, സിമ്പിൾ ആണ് അല്ലേ? ആ ഒരു ഇമേജിൽ തന്നെ നിങ്ങൾക്കത് ക്ലിയർ ആണ്. എന്താണ്? ഫയർവുഡ്, വിറക് കത്തിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, സോ സബ്സ്റ്റൻസ് ദാറ്റ് ലിബറേറ്റ് എ ലോട്ട് ഓഫ് ഹീറ്റ് വൈൽ ബേണിംഗ് ആർ കോൾഡ് ഫ്യൂവൽസ്. ഓക്കെ, അതായത് ഹീറ്റ് ചെയ്യുമ്പോൾ അവരെ ബേൺ ചെയ്യുമ്പോഴത്തേനും ഒരുപാട് ഹീറ്റ്, ഓക്കെ, ഒരുപാട് ഹീറ്റ് പുറത്തേക്ക് വിടുന്നവയാണ് ഫ്യൂവൽസ് എന്ന് പറയുന്നത്. ഈ ഹീറ്റ് തന്നെയാണ് നമുക്ക് എനർജി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് ഈ പ്രാവശ്യത്തെ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് ഉള്ളത് കേട്ടോ. ഓക്കെ, സോ ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത് ഇൻ ഹൗസ് ഹോൾഡ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റൗസ് ആർ യൂസ്ഡ് ഫോർ കുക്കിംഗ്. ഓക്കെ, അപ്പോൾ വീടുകളിൽ കുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ തന്നെ പലതരം പരസ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? കിച്ചൻ്റെ പരസ്യം അല്ലെങ്കിൽ മോഡുലർ കിച്ചൻ്റെ പരസ്യത്തിലൊക്കെ പലതരം സ്റ്റൗവ് അല്ലേ? പല പരസ്യങ്ങളോടുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റൗവ് നിങ്ങൾ കാണാറുണ്ട് അല്ലേ? അതിലെ ഓരോന്നിലെയും ക്യാപ്ഷൻസ് അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവും അല്ലേ? അപ്പോൾ ഇനി അതിലേക്കൊന്ന് ചെന്നിട്ട് ആലോചിച്ചേ, എന്തൊക്കെ തരം സ്റ്റൗവുകളാണുള്ളത് നോക്കിക്കേ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് സ്റ്റൗവ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ എന്തൊക്കെ തരം സ്റ്റൗസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്? വാട്ട് ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡേർഡ് ടു എൻഷുർ ദാറ്റ് ഫയർവുഡ് ബേൺസ് വെൽ ഇൻ എ ട്രഡീഷണൽ സ്റ്റൗ? ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. എന്താണ് ഇവിടെ എന്തൊക്കെ തന്നിരിക്കുന്നത്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? വലിയൊരു കുഴപ്പമുണ്ടാക്കുന്ന ചോദ്യമൊന്നുമല്ല. നമുക്ക് നോക്കാം എന്തൊക്കെ തരം സ്റ്റൗ ആണ്. സാധാരണ വിറകടുപ്പുണ്ട്, പിന്നെ എന്താണ് നമ്മുടെ സാധാരണ നമ്മളിപ്പോൾ യൂഷ്വലി കണ്ടുവരുന്ന ഒരു മെറ്റൽ സ്റ്റൗ ഉണ്ട്, പിന്നെ
മണ്ണെണ്ണ അടുപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, കെറോസിൻ ഉപയോഗിച്ചിട്ടുള്ള അടുപ്പുകൾ. അടുത്തത് എന്തൊക്കെയാണ് ഒരു ട്രഡീഷണൽ സ്റ്റൗവിൽ പണ്ടത്തെ വീടുകളിൽ കുറേ പേരൊക്കെ തറവാട് വീടുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും എന്താണ് ഈ ഗ്യാസ് സ്റ്റൗ അല്ലാതെ വിറകടുപ്പിനായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാവും. ഓക്കെ, ഇപ്പം ചില സ്ഥലങ്ങളിൽ പുതിയ വീടുകളിലാണെങ്കിലും പുകയില്ലാത്ത അടുപ്പുകളൊക്കെ വെക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം പണ്ടത്തെ വീടുകളിൽ വിറകടുപ്പുകൾ കാണാം. അവിടെ എന്താണ് ഈ ഒരു വിറകുകൾ ശേഖരിച്ച് വെച്ചിരിക്കുന്നതും കാണാം. ആ ഒരു വിറകടുപ്പ് നല്ലോണം അത് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ എന്താണ് ഓപ്പൺ ഹേർത്ത് എന്ന് വെച്ചാൽ അടുപ്പാണ് കേട്ടോ, വിറകടുപ്പിനെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കെറസിൻ സ്റ്റൗസ് നമ്മൾ കണ്ടു. ഗ്യാസ് സ്റ്റൗസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്യാസ് സ്റ്റൗസ് ചിലത് ഗ്ലാസ് ടോപ്പ് ആയിരിക്കാം, മെറ്റൽ ടോപ്പ് ആയിരിക്കാം, അങ്ങനെ പല തരത്തിലുള്ള സ്റ്റൗസ് ഉണ്ടാവാം. ഓക്കെ, സോ ഫുഡ് ഐറ്റംസ് ആർ കുക്ക്ഡ് വെൻ ദേ റിസീവ് എനർജി ഫ്രം ഹീറ്റ്. ഓക്കെ, അപ്പോൾ ചൂട് വേണം, ചൂട് ആ ഒരു ഹീറ്റ് എനർജി ഉൾക്കൊണ്ട് അല്ലെങ്കിൽ ഹീറ്റ് എനർജി എന്താണ് അതിനെ അബ്സോർബ് ചെയ്തിട്ടാണ് ഫുഡ് ഐറ്റംസ് കുക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, ആ ഒരു ട്രഡീഷണൽ സ്റ്റവിൽ എങ്ങനെയാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഫയർവുഡ് വേണം. ഓക്കെ, സോ ബൈ ഫയർവുഡാണ് ഹേർത്ത് അവിടെ വർക്ക് ചെയ്യുന്നത്. സോ അതിന് പ്രോപ്പർ എയർ ഫ്ലോ വേണം. ഫയർവുഡ് നല്ലതായിരിക്കണം. ഓക്കെ, ഫയർവുഡ് നല്ലതായിരിക്കണം എന്ന് വെച്ചാൽ ഉണക്കയായിട്ടുള്ള നല്ല വിറകുകൾ വേണം, നനഞ്ഞിരിക്കുന്നതാണെങ്കിൽ കത്തില്ല. ഇനി പ്രോപ്പർ എയർ ഫ്ലോ വേണം, ചിമ്മിനി അല്ലെങ്കിൽ വെന്റിലേഷൻ വേണം. കുക്ക് ചെയ്യുമ്പോൾ ഈ പുകയുണ്ടല്ലോ അത് മുകളിലേക്ക് കളയണ്ടേ. ഓക്കെ, പിന്നെ സേഫ്റ്റി അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. സോ ഇതാണ് ആ ക്വസ്റ്റ്യനിൽ വരുന്നത്. ഇനി അടുത്തത് ആക്ടിവിറ്റി 2. What is meant by renewable sources of energy? Give an example. Renewable sources of energy എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ the device which supplies the necessary electrical power to the artificial satellite is. Okay, അടുത്തത് find the odd one. LPG, CNG, hydrogen and kerosene. Okay, ചിന്നു മിസ്സേ എൻ്റെ ആ ഒരു ലാപ്ടോപ്പ് ചാർജ് ചെയ്യാൻ വെച്ചിരുന്നു, സ്വിച്ച് ഓഫ് ആക്കിയായിരുന്നോ? കണ്ടോ, നമ്മൾ എനർജി സേവ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ക്വസ്റ്റ്യൻ മിസ് പറയത്തില്ലേ? 3 ക്വസ്റ്റ്യൻ പറയാനുണ്ട്. വാട്ട് സ്റ്റെപ്സ് ക്യാൻ ബി ടേക്കൺ ടു സേവ് എനർജി അറ്റ് ഹോം? നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എനർജി സേവ് ചെയ്യുന്ന ഓരോ സ്റ്റെപ്സും എടുക്കാം. കാരണം നമുക്ക് ഇനി ഫ്യൂച്ചർ ജനറേഷനിലേക്കും ഈ എനർജി എന്താണ് ആവശ്യമുള്ളതാണല്ലേ. സോ ഇങ്ങനെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീടുകളിൽ എനർജി സേവിങ്ങിനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഏതൊക്കെയാണ് മെത്തേഡ്? ഫസ്റ്റ് അവർക്ക് പഠിക്കാനുള്ളത് ഇതൊക്കെയാണ്. CFL ലാംപ്സ് അല്ലേ, കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാംപ്സ്, അതാണ് CFLന്റെ ഫുൾ ഫോം കേട്ടോ മക്കളെ. സോ CFL ലാംപ്സ് നമുക്ക് വീട്ടിൽ യൂസ് ആക്കാം. സോ CFL ലാമ്പ് യൂസ് ആക്കുമ്പോഴുള്ളൊരു അഡ്വാൻറ്റേജ് എന്താ, അത് ലോ എനർജി മാത്രമേ കൺസ്യൂം ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് വരുമ്പോഴൊക്കെ കുറവായിരിക്കും. സോ ലോ എനർജി കൺസപ്ഷൻ ആണ്. ആൻഡ് ഡു നോട്ട് മിസ്യൂസ് ഇലക്ട്രിസിറ്റി. ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം ഇപ്പം എന്നോട് ചോദിച്ചില്ലേ ഈ ലാപ്ടോപ്പ് ഓഫ് ആക്കിയൊന്ന്, അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിസിറ്റി മിസ്യൂസ് ചെയ്യാതിരിക്കുക. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുക അല്ലേ മിസ്? അതെ, ചെറിയ സാധനമാണെങ്കിലും അല്ലേ. ഇപ്പൊ റൂമിൽ ഞാൻ ചെറിയ ആവശ്യത്തിന് ലൈറ്റും ഫാനും ഇട്ടതാണ്, 5 മിനിറ്റിൽ വരുമല്ലോ എന്നൊന്നും കരുതാതെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അവിടെ ചുറ്റിനും കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അനാവശ്യമായിട്ട് ഓൺ ആക്കിയിരിക്കുന്ന ഫാനും ബൾബും ഒക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യാം. ഓക്കെ, Then last one, use fuel efficiency hearth for cooking. So കുക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുക. സോ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സ്. ഇത് പുസ്തകത്തിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ, നിങ്ങൾ എപ്പോഴും അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലേ. ഓക്കെ, താങ്ക് യു മിസ്സേ. അപ്പോൾ നല്ലൊരു പോയിന്റ് ആണ് മിസ് നമുക്ക് ഷെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ആൻസർ ഷീറ്റിൽ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ ആയിട്ട് ഒതുങ്ങാതെ എപ്പോഴും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക കേട്ടോ ഈ കാര്യം. ബാക്കി ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാനുണ്ട് അല്ലേ, എപ്പോഴാണ് നമ്മൾ അതിലേക്ക് പോയത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു റീന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി? റീന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? റീന്യൂവബിൾ, പുതുക്കാൻ പറ്റിയ എനർജി സോഴ്സസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, റീന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആൻസേഴ്സിലേക്ക് പോവാം. ദ സോഴ്സസ് വിച്ച് ആർ പെരനിയൽ ആൻഡ് ഗിവ് എനർജി കണ്ടിന്യൂസ്ലി ആൻഡ് വിച്ച് ഡു നോട്ട് ഡിപ്ലീറ്റ് വിത്ത് യൂസ് ആർ കോൾഡ് റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി. എക്സാമ്പിൾ ബയോമാസ് ആണ് കേട്ടോ. അതായത് നമുക്ക് എപ്പോഴെപ്പോഴും പുതുക്കിയെടുക്കാൻ പറ്റുന്ന എനർജി സ്രോതസ്സുകൾ, ഊർജ്ജ സ്രോതസ്സുകൾ. ഇനി അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ദ ഡിവൈസ് വിച്ച് സപ്ലൈസ് നെസസറി ഇലക്ട്രിക്കൽ പവർ ടു ദി ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിന് പോലും നമുക്ക് എന്താണ് പവർ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് സോളാർ പാനലിൽ കൊടുക്കാൻ പറ്റും. ഇനി അടുത്തത് ഫൈൻഡ് ദി ഓഡ് വൺ. LPG, CNG, ഹൈഡ്രജൻ, കെറസിൻ. ഓക്കെ, എന്താ വരുന്നത്, കെറസിൻ. ബാക്കിയെല്ലാം ഗ്യാഷ്യസ് ഫ്യൂവൽസ് ആണ്. ഓക്കെ, അടുത്തത് എനർജി സേവിങ്ങിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി നോക്കി കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ,
Fill in the blanks by choosing the correct relationship. Okay, aircraft ജെറ്റ് ഫ്യൂവൽ ആണെങ്കിൽ റോക്കറ്റിൽ എന്താണ്? ഇനി വാട്ടർ ഫ്യൂവൽസ് കണ്ടോ, എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് വാട്ടർ ഫ്യൂവൽസ്. കെറോസിൻ ഇസ് എന്ത് പ്രൊഡക്റ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത fill in the blanks, the in air helps for burning. What will be the consequences in future for the excessive use of fuels? Okay, ഇപ്പം എന്താണ് ആൻസർ വരുന്നത് അവിടെ? ഫസ്റ്റ് വണ്ണിന് ആൻസർ റോക്കറ്റിൽ ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ആണ്. ആൻഡ് ധാരാളം ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് ഫ്യൂവൽസ് എന്ന് വിളിക്കുക. കെറസിൻ എന്താണ്? അതൊരു പെട്രോളിയം പ്രോഡക്റ്റ് ആണ്. ഇനി ഓക്സിജൻ ആണ് കത്താൻ സഹായിക്കുന്നത്. ഓക്കെ, അടുത്തത് വാട്ട് വിൽ ബി ദി കോൺസിക്വൻസസ് ഇൻ ഫ്യൂച്ചർ ഫോർ ദി എക്സസീവ് യൂസ് ഓഫ് ഫ്യൂവൽസ്? ഓക്കെ, അപ്പോൾ ധാരാളമായിട്ട് നമ്മൾ ഫ്യൂവൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കോൺസിക്വൻസസ് ഓക്കെ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും പെട്രോളോ ഡീസലോ ഇല്ലാതെ വണ്ടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലേ? ഈ സൈക്കിളുകൾ ഒരു നല്ല മെത്തേഡാണ്. എത്ര ദൂരം നമുക്ക് സൈക്കിൾ ഓടിച്ചു പോകാൻ പറ്റും? അധികം പ്രാക്ടിക്കൽ അല്ല അല്ലേ? പക്ഷേ നമുക്ക് ഷോർട്ട് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ സൈക്കിള് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് അല്ലേ? പിന്നെ ഇനി എന്താണ്, ഇലക്ട്രിക് വെഹിക്കിൾസ് വരുന്നുണ്ട്. അവിടെയും നമുക്കൊരു എനർജി സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ കഴിയില്ല. ഓക്കെ, ഇപ്പോൾ ഫ്യൂവൽസിൻ്റെ യൂസ് വരുന്നത് എവിടെയാണ്? നമ്മുടെ കാർസിൽ. പിന്നെ ബാക്കി നമുക്ക് വീട്ടിലേക്കുള്ള ഇലക്ട്രിസിറ്റിക്ക്, പിന്നെ ഇലക്ട്രിസിറ്റി ഇൻ ഫാക്ടറീസ്. ഓക്കെ, സോ ഇതിനൊക്കെ എന്ത് വരും? എല്ലാത്തിനും ഷോർട്ടേജ് വരും. വീട്ടിലൊരു 5 മിനിറ്റ് കറണ്ട് ഇല്ലാതിരിക്കുന്ന ഒരു കാര്യം ആലോചിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങൾക്കെന്നല്ല ആർക്കും അല്ലേ? പവർ കട്ടെന്ന് കേട്ടാലേ നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലേ? അപ്പോൾ എന്താണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ എനർജി റിസോഴ്സസ് നെക്സ്റ്റ് ജനറേഷനും കൂടി കരുതി വെക്കുക. എനിക്ക് ഉള്ളതുണ്ടല്ലോ, അല്ലെങ്കിൽ എന്താണ് എനിക്ക് ആവശ്യത്തിനും കൂടുതൽ എന്തുണ്ട്, എനർജി റിസോഴ്സസ് ഉണ്ട്, അത് അനാവശ്യമായി പാഴാക്കാമെന്ന് കരുതരുത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ജനറേഷനും കൂടി സേവ് ചെയ്ത് വെക്കേണ്ടവയാണ് ഈ ഒരു എനർജി റിസോഴ്സസ്, പ്രത്യേകിച്ച് റീന്യൂ ചെയ്യാൻ കഴിയാത്ത എനർജി റിസോഴ്സസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നെ എന്താണ് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി ആരാണ്? നമ്മുടെ സൺ അല്ലേ? ആ സണ്ണിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. എങ്ങനെയാണ്? സോളാർ പാനൽസ് വഴി. ഇപ്പോൾ കുറേ അധികം സ്ഥലത്ത് സോളാർ ഇൻസ്റ്റലേഷൻസ് നടക്കുന്നുണ്ട്. കുറേ അധികം ആൾക്കാർ സോളാർ എനർജിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റിലൈ ചെയ്യുന്നുണ്ട്. അതൊരു വളരെ വലിയൊരു കാര്യമാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ടാബ്ലേറ്റ് ദ ഗിവൺ ഇൻ ടു സോളിഡ് ഫ്യൂവൽസ്, ലിക്വിഡ് ഫ്യൂവൽസ് ആൻഡ് ഗാസിയസ് ഫ്യൂവൽസ്. എന്തൊക്കെയാണ്? ഫയർവുഡ്, ഡീസൽ, പെട്രോൾ, ചാർക്കോൾ, കോൾ, കൗഡൻ കേക്ക്, സോഡസ്റ്റ്, കെറസിൻ, LPG, CNG, ഹൈഡ്രജൻ, അസിറ്റിലീൻ, ബയോഗ്യാസ്, ഏവിയേഷൻ ഫ്യൂവൽ, ബയോഡീസൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് സോളിഡ് ഫ്യൂവൽസ്, ലിക്വിഡ് ഫ്യൂവൽസ്, അതുപോലെ തന്നെ ഗേഷ്യസ് ഫ്യൂവൽസ്. ഓക്കെ, സോളിഡ് ഫ്യൂവൽസ് എന്ന് പറയുന്നത് ഫയർവുഡ് ആണ്, ചാർക്കോൾ, കോൾ, കൗഡൻ കേക്ക്, പിന്നെ സോഡസ്റ്റ്. ഓക്കെ, ഇതൊക്കെ എന്താണ്? സോളിഡ് ഫ്യൂവൽസ് ആണ് കേട്ടോ. ഇനി ലിക്വിഡ് ഫ്യൂവൽസിൽ വരുന്നത് എന്തൊക്കെയാണ്? ഡീസൽ, പെട്രോൾ, കെറസിൻ, ഏവിയേഷൻ ഫ്യൂവൽ ആൻഡ് ബയോഡീസൽ. ഓക്കെ, ഇനി ഗേഷ്യസ് ഫ്യൂവൽസ്, സോറി ഇപ്പം നേരത്തെ വായിച്ചത് ലിക്വിഡ് ഫ്യൂവൽസ് ആണ് കേട്ടോ. ഇനിയുള്ളത് ഗേഷ്യസ് ഫ്യൂവൽസ് ആണ്. ഏതൊക്കെയാണ്? LPG, CNG, ഹൈഡ്രജൻ, അസിറ്റിലൈൻ. ഇപ്പോൾ വായിച്ചതിൽ LPG നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ ഗ്യാസ് സ്റ്റൗസിൽ കാണുന്നത്. പിന്നെ കുറേ അധികം ഫ്യൂവൽസ് നിങ്ങൾ ഫെമിലിയർ ആണ്. അപ്പോൾ എളുപ്പമുള്ളത് എല്ലാത്തിൽ നിന്നും ഒരു 2-3 എണ്ണമെങ്കിലും പഠിച്ചു വെക്കുക. ബാക്കിയുള്ളത് ഒരു വായിച്ചിട്ടുള്ള ഫെമിലിയാരിറ്റിയെങ്കിലും വേണം കേട്ടോ. ഓക്കെ, അടുത്തത് ആക്ടിവിറ്റി 6ൽ പറയുന്നത് എന്താണ്? കോൾ ഇസ് എ, കോൾ എന്ത് തരം ഫ്യൂവൽ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. അടുത്തത് ഫൈൻഡ് ദി ഓഡ് വൺ. കണ്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്യൂവൽസ് തരംതിരിക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, വിട്ട് കളയരുതേ. സോ LPG, CNG, ഹൈഡ്രജൻ, കെറസിൻ. ഇതിനെ നമ്മൾ ഓഡ് വൺ ഔട്ട് എടുക്കണം. നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു അല്ലേ? പക്ഷേ മോസ്റ്റ് റിപ്പീറ്റഡ് ഒരു ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് നമ്മളത് വീണ്ടും ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിക്ക് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ വാട്ട് ആർ ദി മെറിറ്റ്സ് ഓഫ് സോളാർ എനർജി? എന്തൊക്കെയാണ് സോളാർ എനർജിയുടെ മെറിറ്റ്സ് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ മനസ്സിലാകാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ചോദിക്കുക. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ക്ലാസ് ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻസിൽ അറിയിക്കുക കേട്ടോ. ഓക്കെ, യെസ്. സോ എന്താണ് കോൾ എന്ന് പറയുന്നത്? എന്താണ്? അതൊരു ഫോസിൽ ഫ്യൂവൽസ് ആണ്. ഫോസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവജാലങ്ങളുടെ തന്നെ അവശിഷ്ടങ്ങൾ. എവിടെയാ? അവശിഷ്ടങ്ങൾ മണ്ണിൽ കിടന്ന് വർഷങ്ങൾ കഴിഞ്ഞ് ഉണ്ടാവുന്നതാണ് ആ ഒരു ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫൈൻഡ് ദി ഓഡ് വണ്ണിൽ ഏതാ വരുന്നത്? കെറോസിൻ ആണ്. കാരണം ബാക്കി എന്താണ്? ബാക്കി എല്ലാം തന്നെ ഗേഷ്യസ് ഫ്യൂവൽസ് ആണ് കേട്ടോ. ഇനി സോളാർ എനർജിയുടെ ഏറ്റവും വലിയൊരു ഉപകാരം എന്താണ്? സണ്ണിൽ നിന്നുള്ള എനർജി ആണല്ലേ? നമ്മുടെ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജിയാണ്. അത് തീർന്നു പോകത്തില്ല. അത് ഹാംഫുൾ അല്ല അല്ലേ? നമ്മളെന്താ
നാച്ചുറൽ ആണ്, നേച്ചറുമായിട്ട് അടുത്ത് നിൽക്കുന്നതൊന്നും തന്നെ നേച്ചറിന് ഹാംഫുൾ അല്ല അല്ലേ. സോളാർ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് നോട്ട് ഹാംഫുൾ ടു ദി എൻവയൺമെന്റ്. അത് ഒരു നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയാണ്. ഓക്കെ, നിങ്ങൾ ഉഷാറായിട്ടിരിക്കുന്നെങ്കിൽ കമന്റ് സെക്ഷനിൽ ഒന്ന് അറിയിച്ചേ. എവിടെയാ എവിടെ ഫുൾ എനർജിയിൽ തന്നെ ഇരിക്കുന്നില്ലേ? ഓക്കെ, അപ്പോൾ അറിയാവുന്ന ആൻസേഴ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ആക്ടിവിറ്റി 7 എന്ന് പറയുന്നത് വാട്ട് വിൽ ബി ദ കോൺസിക്വൻസസ് ഇൻ ഫ്യൂച്ചർ ഫോർ ദി എക്സസീവ് യൂസ് ഓഫ് ഫ്യൂവൽസ്, എക്സാമ്പിൾസ് ഓഫ് സോളാർ പവേർഡ് ഡിവൈസസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഓക്കെ, എനർജി സേവിങ്ങിനെ കുറിച്ച് പറഞ്ഞു തന്നു. അപ്പോൾ മിസ്സിന് തന്നെ ഈ ആൻസർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. പറഞ്ഞോ മിസ്സേ. സോ എന്തൊക്കെയാണ് സോളാർ ഡിവൈസസിനുള്ള എക്സാമ്പിൾ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്ക് സോളാർ കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സോളാർ സ്ട്രീറ്റ് ലാംപ്സ് ഉണ്ട്, ദെൻ സോളാർ ഹീറ്റേഴ്സ് ആൻഡ് സോളാർ കുക്കേഴ്സ് ഉണ്ട് അല്ലേ. സോ മറ്റുള്ളതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി എനർജി എഫിഷ്യൻ്റ് ആണ് അല്ലേ മിസ്? അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇതിന്റെ ഏറ്റവും വലിയൊരു എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് സ്വന്തമായ ഒരു എയർപോർട്ട് ഉണ്ട്, സോളാർ പവറിൽ വർക്ക് ചെയ്യുന്ന ഒരു എയർപോർട്ട് നമുക്കുണ്ട്, നമ്മുടെ സ്വന്തം കൊച്ചി എയർപോർട്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചാൽ തന്നെ മനസ്സിലാക്കാം അല്ലെ സോളാർ എനർജി എത്ര മാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മിസ് പറഞ്ഞ ആ പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ശരി മിസ്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് മിസ് പറഞ്ഞില്ല എന്ന് ചോദിക്കേണ്ട. കാരണം എന്താണ്? എക്സസീവ് യൂസ് ഓഫ് ഫ്യൂവൽസിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. മനസ്സിലായോ? ശ്രദ്ധിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അറിയാം അല്ലേ. ബട്ട് ദ ക്വസ്റ്റ്യൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ എങ്ങനെ കമ്പൈൻ ചെയ്ത് വരുന്നു എന്നുള്ളത് കാണിക്കാനാണ് നമ്മളത് വീണ്ടും ഇവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഡു യു നോ ദി അവൈലബിലിറ്റി ഓഫ് വുഡ് ഇസ് ഡിക്രീസിങ് ഇൻ അവർ സ്റ്റേറ്റ്. വാട്ട് ആർ ദി മെത്തേഡ്സ് ടു ബി അഡോപ്റ്റഡ് ഫോർ ദ ബെറ്റർ യൂസ് ഓഫ് ഫയർവുഡ്. അറിയാലോ, നമുക്ക് എന്താണ് മരങ്ങൾ കട്ട് ചെയ്യുന്നത് മാക്സിമം കുറയ്ക്കണം എന്നുള്ളതുണ്ട് അല്ലേ. നമുക്കിപ്പോൾ വിറക് കിട്ടുന്നത് എങ്ങനെയാ? വളരെ കുറവാവുന്ന ഒരു അവസ്ഥയാണ് അല്ലേ. യെസ് എന്നുള്ളതാണ് അല്ലേ. വി നോ ദ അവൈലബിലിറ്റി ഓഫ് വുഡ് ഇസ് ഡിക്രീസിങ് ഇൻ ആർ സ്റ്റേറ്റ്. ഇനി എന്തൊക്കെ മെത്തേഡ്സ് വെച്ചിട്ട് നമുക്ക് ഫയർ വുഡ് ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ്? ഡോണ്ട് ഫിൽ ദി ഹെർത്ത് കംപ്ലീറ്റ്ലി വിത്ത് വുഡ്. കുറേ വിറകുണ്ടല്ലോ, എന്നാൽ അടുപ്പിലിട്ട് കുത്തി നിറച്ച് കത്തിച്ചേക്കാം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് എടുക്കാതെ ആവശ്യത്തിനുള്ള മാത്രം വിറക് എടുത്താൽ പോരെ. നമുക്ക് നമ്മുടെ കുക്കിങ്ങിന് ആവശ്യമുള്ള വിറക് മാത്രം നമ്മൾ യൂസ് ചെയ്താൽ പോരെ. ഓക്കെ, ഇനി ബേൺ വുഡ് ടു ഗെറ്റ് ഫയർ ഓൺലി അറ്റ് ദ ബോട്ടം ഓഫ് ദി വെസൽ. എന്താണ്? താഴെ നിന്ന് ചൂട് സ്പ്രെഡ് ആയിക്കോളുമല്ലോ. അപ്പോൾ എന്താണ്? താഴേക്ക് ആ ഒരു വെസലിൻ്റെ താഴേക്ക് ചൂട് കിട്ടുന്നത് പോലെ മാത്രം എന്ത് ചെയ്യുക? വുഡ് ബേൺ ചെയ്യുക. ഇനി യൂസ് വുഡ് ആസ് ലാർജ് പീസസ്. വലിയ കഷ്ണം വിറകുകൾ ഉപയോഗിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്മോക്ക്ലെസ് ഹെർത്ത് ഇസ് ഗുഡ് വെൻ കമ്പയർഡ് ടു കോമൺ ഹെർത്ത്. റൈറ്റ് യുവർ ഒപ്പീനിയൻ. ഇപ്പം ഞാൻ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു എന്താണ്? പുകയില്ലാത്ത അടുപ്പുകളാണ് സാധാരണ അടുപ്പുകളേക്കാൾ എന്താണ് വെരി ഗുഡ് എന്ന് പറയുന്നത്, നല്ലതെന്ന് പറയുന്നത്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? എന്താ പറയുന്നത്? ഫസ്റ്റ് തിങ് അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ പുകയില്ലാത്ത അടുപ്പ് അല്ലേ. ചിലവർക്കെങ്കിലും ഈ ഒരു പുകയുള്ള അടുപ്പ്, ഈ പുകയടിച്ചിട്ട് കുറേ തരം ബുദ്ധിമുട്ട് വരുന്ന ആൾക്കാരുണ്ടാകാം അല്ലേ. അതല്ല ചുറ്റിനും നമുക്ക് ക്ലീനിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരും അല്ലേ. അപ്പോൾ പുകയില്ലാത്ത അടുപ്പുകൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങളുടെ സ്വന്തം വേർഡ്സിൽ നിങ്ങൾക്ക് അത് എഴുതാം. അതല്ലാതെ നിങ്ങൾക്ക് കുറച്ച് പോയിന്റ്സും കൂടി അവിടെ ആഡ് ചെയ്യാം. റൈറ്റ്, അപ്പോൾ എന്തൊക്കെയാണത്? സ്മോക്ക്ലെസ് ഹെർത്ത് ഇസ് ബെറ്റർ ദാൻ കോമൺ ഹെർത്ത് വി യൂസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ. സോ സിൻസ് ദ ഫ്യൂവൽ ഗെറ്റ്സ് sufficient oxygen for this burning, the smoke will be reduced, no carbon is produced. Okay, all the carbon molecules in the fuel burn in this hearth. So the heat capacity of a smokeless hearth is much greater. This controls environmental pollution and also reduces the quantity of firewood needed. Okay, അപ്പോൾ എന്തൊക്കെയാണ്? കോമൺ ഹെർത്തിനേക്കാളും ഇവിടെ കൂടുതൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ കിട്ടുന്നത് കൊണ്ട് ബേണിംഗ് നല്ലോണം നടക്കും. ആൻഡ് സ്മോക്ക് ഇവിടെ കുറവായിരിക്കും. അപ്പോൾ കാർബൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറവായിരിക്കും. ഓക്കെ, ആൻഡ് ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? മച്ച് ഗ്രേറ്റർ ആണ് ഈ ഒരു സ്മോക്ക്ലെസ് ഹെർത്തിന് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളവിടെ ഉഷാറായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെഷനിൽ അറിയിക്കണം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒരു തംസ് അപ്പ് ഇട്ടാലും മതി. നിങ്ങൾക്ക് ക്ലാസ് ക്ലിയർ ആവുന്നുണ്ട്, നിങ്ങളിവിടെ ഉണ്ട് എന്നുള്ളത് അറിയിക്കാൻ. ഓക്കെ, യെസ്. അപ്പോൾ ഇത് എൻവയറമെൻ്റൽ പൊല്യൂഷനെയും കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, ശ്രദ്ധിക്കുന്നുണ്ട്, മനസ്സിലായി കേട്ടോ. ഓക്കെ, ഇനി വാട്ട് ചേഞ്ചസ് ഷുഡ് ബി മെയ്ഡ് ടു മേക്ക് എ ഫയർവുഡ് സ്റ്റൗ ബെറ്റർ? ഡിസ്കസ് ആൻഡ് റൈറ്റ് ഡൗൺ. ഫയർവുഡ് സ്റ്റൗ ബെറ്റർ ആക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. നേരത്തെ ചോദിച്ച പോലത്തെ ഒരു ക്വസ്റ്റൻ അല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. സോ ആവശ്യത്തിന് എയർ വേണം, വെസലും അതുപോലെ തന്നെ ആ ഒരു വിറക് വെച്ചിരിക്കുന്ന അവിടെ നിന്ന് വെസലിലേക്കുള്ള ഒരു ഗ്യാപ്പ് ചെറുതായിരിക്കണം. ഇനി
വേസ്റ്റായി പോകുന്ന എനർജി എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നല്ലൊരു എന്താണ് കൃത്യമായ ധാരണയുണ്ടാവണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത്, വിച്ച് ആർ ദി എനർജി സോഴ്സസ് ദാറ്റ് വി യൂസ് ഫോർ കുക്കിംഗ് ഫുഡ്? നമ്മൾ ഫുഡ് കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എനർജി സോഴ്സ് ഏതൊക്കെയാണ്? ഇപ്പോൾ പറഞ്ഞ പോലെ ഗ്യാസ് സ്റ്റൗ നിങ്ങൾ കാണാറുണ്ട്, LPG, കെറസിൻ, വുഡ്. ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്. എന്താണത്? ഇലക്ട്രിക് ഹീറ്റർ. നമ്മൾ ഇലക്ട്രിക് ഡിവൈസും ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ഓക്കെ, അതാ അടുത്ത ചാപ്റ്റർ വന്നിരിക്കുന്നു. ഓക്കെ, മാജിക് ഓഫ് സെൻസസ് നമ്മളെ പഠിപ്പിക്കാനായിട്ട് നമ്മുടെ ചിന്നു മിസ് ഇവിടെ വെയിറ്റിംഗ് ആണ്. മിസ്സേ, എനർജി സോഴ്സസ് നമ്മൾ ഗംഭീരമായിട്ടാണ് നമ്മൾ സ്റ്റേഡിയംസ് നമ്മൾ പഠിപ്പിച്ചത്. ഇതിനകത്ത് മാജിക് ഓഫ് സെൻസസ് എന്തൊക്കെയാണ്? പിക്ചർ കണ്ടിട്ടുണ്ട്. സോ ആ പിക്ചർ നമ്മൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് A and B സബ് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Which tastes are identified through the part marked as B and C in the picture? So ഈ പിക്ചറിൽ ബിയും സിയും ഏത് പാർട്ടാണ്, അതായത് നമുക്ക് എന്ത് തരത്തിലുള്ള ടേസ്റ്റാണ് ഈ ഒരു B and C പാർട്ടിൽ നിന്ന് കിട്ടുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും അറിയാമോ? ഒന്ന് കമൻറ്റ് ചെയ്തേ. ബി ആൻഡ് സിയിൽ ഏതൊക്കെ തരത്തിലുള്ള ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്? എ പാർട്ടിൽ സ്വീറ്റ് ആണ് അല്ലേ, നല്ല മധുരം ഉള്ളതൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ ആ സ്വീറ്റ്നെസ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ആ സ്വീറ്റ് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ആ നമ്മുടെ ടങ്ങിലെ ഏറ്റവും ടിപ്പ് പോർഷനാണ് അല്ലേ. പിന്നെ ആ സൈഡ് പോർഷനിലാണ് നമുക്ക് ആ ബിറ്റർനെസ് ഉള്ളത്. പിന്നെ ബി ആൻഡ് സി ആണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സോ ബി ആൻഡ് സി ഏതാണെന്നറിയാമോ മക്കളെ? സോൾട്ട് ആൻഡ് സോർ ടേസ്റ്റ് ആണ് കേട്ടോ. കയ്പ്പ് എന്നുള്ള ആ ഒരു രുചിയും അതുപോലെ തന്നെ ഉപ്പ് രസവും നമുക്കറിയാൻ പറ്റുന്നത് ഈ രണ്ട് പോർഷൻസിലാണ്, ബി ആൻഡ് സി. ഓക്കെ, ടീച്ചർ ഇവിടെ മാർക്ക് ചെയ്ത് തരാം, ബിയും സിയും കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ, റൈറ്റ് 3 precautions to be taken to protect the ear. ഇയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സോ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് ഒരുപാട് സൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇയർബഡ്സ് ഒക്കെ യൂസ് ആക്കാതിരിക്കുക. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആളുകളും യൂസ് ആക്കുന്ന ഒന്നാണ് ഇയർബഡ്സ് അല്ല. സോ ഇയർബഡ്സ് നമ്മുടെ ചെവിയിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു മിനിമം ലെവലിനേക്കാൾ മാക്സിമം ആയിട്ട് നമ്മൾ സൗണ്ട് വെക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ഇയർ ഡ്രംസ് ഡാമേജ്ഡ് ആവും, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചെവിയും ഡാമേജ്ഡ് ആയി പോകും. സോ നമ്മുടെ ചെവിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? കീപ് ഇയർ ക്ലീൻ ആൻഡ് ഡ്രൈ. നമ്മുടെ ഇയർ നമ്മൾ എന്താക്കി വെക്കണം? എപ്പോഴും നല്ല ക്ലീനും ഡ്രൈയും ആയിട്ട് വെക്കുക. അതുപോലെ തന്നെ അവോയ്ഡ് ഇൻസേർട്ടിങ് ഒബ്ജക്ട്സ് ലൈക്ക് കോട്ടൺ സ്വാബ്സ് ഇൻ ടു ദ ഇയർ. നമ്മുടെ ചെവിയിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു പ്രോബ്ലം എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മളപ്പോൾ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ ഒരു സബ്സ്റ്റൻസ് എടുത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻസേർട്ട് ചെയ്യും അല്ലേ, ചെവിയിലേക്ക് ഇൻസേർട്ട് ചെയ്യും. അത് ശരിയാണോ? അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഇയർ കൂടുതൽ ഡാമേജ് ആവുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് പറയുക? അങ്ങനെ ചെയ്യരുത്, ഒരു ഡോക്ടറിനെ കാണുക എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, പ്രൊട്ടക്ഷൻ ഓഫ് ഇയർ ഫ്രം ലൗഡ് നോയ്സ് ബൈ വെയറിങ് ഇയർ പ്ലഗ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇയർ പ്ലഗ്സ് നമുക്ക് യൂസ് ആക്കാം, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലോങ് ഹവറിൽ നമ്മളത് ഹൈ വോളിയത്തിൽ യൂസ് ആക്കുമ്പോൾ നമ്മുടെ ഇയറിന് അത് വളരെ ഡാമേജ് ആക്കുന്ന ഒന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 2 ആണ്. ഇത് നമ്മുടെ മോഡൽ എക്സാം, അതായത് നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സമഗ്രയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. അനിമൽസ് ഹാവ് ഡിഫറെൻറ്റ് ഓർഗൻ ദാറ്റ് ഹെൽപ്പ് ദം അണ്ടർസ്റ്റാൻഡ് ദെയർ സറൗണ്ടിങ്. ദിസ് ആർ കോൾഡ് സെൻസ് ഓർഗൻ. അതായത് ആനിമൽസ് ഹാവ് ഡിഫറെൻറ്റ് ഓർഗൻസ് ദാറ്റ് ഹെൽപ്പ് ദം അണ്ടർസ്റ്റാൻഡ് ദെയർ സറൗണ്ടിങ്. അതായത് നമുക്ക് സെൻസസ് ഉണ്ടല്ലോ, നമ്മൾ തൊടുന്നതിലൂടെയും നമ്മുടെ കണ്ണിലൂടെയും നമ്മുടെ ഇയറിലൂടെയും ഒക്കെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും ഓരോ കാര്യങ്ങൾ. അതുപോലെ തന്നെ അനിമൽസിന് എന്തുണ്ട്? സെൻസ് ഓർഗൻസ് ഉണ്ട്. സോ വിച്ച് ഓർഗൻ ഹെൽപ്പ് ബട്ടർഫ്ലൈ റെക്കഗ്നൈസ് ടേസ്റ്റ്? അതായത് ബട്ടർഫ്ലൈന് എങ്ങനെയാണ് ടേസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുക? നമ്മളെങ്ങനെയാണ് ടേസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യുക? ടങ് വെച്ചിട്ടാണ് അല്ലേ. പക്ഷെ ബട്ടർഫ്ലൈ എങ്ങനെയായിരിക്കും അത് ഇൻഡിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരത് സെൻസ് ചെയ്യുക? നമുക്കിവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? വിങ്സ് ഉണ്ട്, ആൻറ്റീന ഉണ്ട്, ലെഗ് ഉണ്ട്, സ്കിൻ ഉണ്ട്. സോ വിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതിൻ്റെ ആ ചിറകുകളാണ് വിങ്സ് എന്ന് പറയുന്നത്. ദെൻ ആൻറ്റീന എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനാണ് കേട്ടോ. ഈ ഒരു പോർഷനാണ് ആൻറ്റീന പോർഷൻ എന്ന് പറയുന്നത്. പിന്നെ ലെഗ്സ്, പിന്നെ ആ സ്കിൻ ഏരിയ. സോ ഇതിൽ ഏതായിരിക്കും
ചിത്രശലഭങ്ങളുടെ അല്ലെങ്കിൽ ബട്ടർഫ്ലൈയുടെ സെൻസ് പോർഷൻസ് അല്ലെങ്കിൽ സെൻസ് ഓർഗൻ ഏതായിരിക്കും എന്ന് നമുക്ക് നോക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഐ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമുക്ക് ഓരോ കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും എല്ലാം നമുക്ക് കാഴ്ച വേണം, അതിന് നമുക്ക് നല്ല കണ്ണുകൾ വേണം അല്ലേ. സോ അതിൻ്റെ പ്രൊട്ടക്ഷന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതാണ് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. സോ നമുക്കത് രണ്ടും ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ലെഗ് ആണ് കേട്ടോ. സോ ലെഗ് ബട്ടർഫ്ലൈയിൽ റിസെപ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്, അതായത് ടേസ്റ്റ് റിസെപ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നത് ലെഗ് ആണ്. സോ ഈ ബട്ടർഫ്ലൈസിൻ്റെ ആ ഫീറ്റ് പോർഷനിലുള്ളതാണ് ആ ഒരു ലെഗായിട്ട് ആ ഒരു എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ടേസ്റ്റ് റിസെപ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ദേ യൂസ് ടു ടേസ്റ്റ് ദെയർ ഫുഡ് സച്ച് ആസ് നെക്ടർ. നമുക്കറിയാം നമ്മൾ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട് അല്ലേ. പക്ഷേ ചിത്രശലഭങ്ങൾക്ക് എന്താണ്, അല്ലെങ്കിൽ ബട്ടർഫ്ലൈസിന് എന്താണ് മെയിനായിട്ടുള്ളൊരു ഫുഡ് എന്ന് പറയുന്നത്? തേനുകളാണ് അല്ലേ, അല്ലെങ്കിൽ നെക്ടേഴ്സ് ആണ്. സോ ഈ നെക്ടേഴ്സ് ടേസ്റ്റ് ചെയ്യാനായിട്ട് അവർ ഉപയോഗിക്കുന്ന സെൻസ് ഓർഗൻ ഏതാണെന്ന് പറയാം? ലെഗ് ആണെന്ന് പറയാം. ദെൻ നെക്സ്റ്റ് വൺ, നമുക്ക് ഐ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. സോ ഈ ഐനെ എങ്ങനെയാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക? നമുക്ക് എന്ത് ചെയ്യാം? സൺ ഗ്ലാസസ് വെയർ ചെയ്യാം അല്ലേ. എന്തിനാണ് നമ്മൾ സൺ ഗ്ലാസസ് വെയർ ചെയ്യുന്നത്? UV ലൈറ്റ്സിൽ നിന്ന് പ്രൊട്ടക്ഷനായിട്ട്. സോ UV ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ് രശ്മികളാണ്. ഇത് നമ്മുടെ കണ്ണിലേക്ക് വീഴുമ്പോൾ നമ്മുടെ കണ്ണിന് ഒരുപാട് തരത്തിലുള്ള ഡാമേജസ് ഉണ്ടാക്കാനായിട്ട് കാരണമാവും. ദെൻ നെക്സ്റ്റ് വൺ, യൂസ് പ്രൊട്ടക്റ്റീവ് ഐ വെയർ ഡ്യൂറിങ് സ്പോർട്സ് ഓർ വെൻ വർക്കിംഗ് വിത്ത് ടൂൾസ്. നമ്മളിപ്പോൾ ഈ വെൽഡ് ചെയ്യുന്ന ആളുകളെയൊക്കെ കണ്ടിട്ടില്ലേ, അവർ വെൽഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഗ്ലാസ് അവർ ധരിച്ചിട്ടുണ്ടാവും. എന്തിനാണ് അവരങ്ങനെ ആ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ആ ഒരു സ്പെക്സ് അവർ യൂസ് ചെയ്യുന്നത്? അവരുടെ കണ്ണിന് പ്രൊട്ടക്ഷനായിട്ടാണ്. അതുപോലെ തന്നെ ചില തരത്തിലുള്ള സ്പോർട്ട് ഗെയിമുകൾ നമ്മൾ സ്പോർട്സ് കളിക്കുമ്പോഴെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലത്തുള്ള സ്പെക്സുകൾ യൂസ് ചെയ്യണം. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, ensure proper lighting when reading or using screen. നമ്മൾ സ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ റീഡ് ചെയ്യുമ്പോഴും എല്ലാം പ്രോപ്പർ ലൈറ്റിംഗ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ പ്രോപ്പർ ലൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇരുട്ടുള്ള റൂമുകളിലിരുന്ന് വായിക്കരുത്, അത് കുറച്ചും കൂടി നല്ല വെളിച്ചമുള്ള റൂമുകളിലൊക്കെ ഇരുന്ന് വായിക്കുക. അതുപോലെ തന്നെ സ്ക്രീൻസ് യൂസ് ചെയ്യുമ്പോഴും അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 3 ആണ്. ഇയർ ഈസ് ദ സെൻസ് ഓർഗൻ ദാറ്റ് ഹെൽപ്പ് us hear. Hearing impairment can occur due to various reasons. What is the name of device used to assist people with hearing loss? കേൾവിക്ക് പ്രശ്നമുള്ള ആളുകളെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഡിവൈസസ് ഉണ്ട് അല്ലേ. കാരണം നമ്മുടെ ടെക്നോളജീസ് അത്രത്തോളം അഡ്വാൻസ്ഡ് ആവുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ഉണ്ട്, അതെന്താണ് എന്നുള്ളത് നിങ്ങൾ ഇവിടെ എഴുതണം. അതുപോലെ തന്നെ we know that food tastes better than when we chew it thoroughly. Which specialized part of tongue help in identifying different taste. നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം ചവച്ചരിച്ച് കഴിക്കുമ്പോഴാണല്ലോ നമുക്ക് ഓരോ ടേസ്റ്റുകൾ മനസ്സിലാവുന്നത്. നമ്മൾ ഐസ്ക്രീം കഴിക്കുന്നുണ്ട്, ചോക്ലേറ്റ്സ് കഴിക്കുന്നുണ്ട്, ഇതിനെല്ലാം നമ്മൾ ഓരോ ടേസ്റ്റുകൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നമ്മളത് കഴിക്കുമ്പോൾ നമ്മുടെ ടങ്ങിലുള്ള ടേസ്റ്റ് ബഡ്സ് ആക്ടിവേറ്റ് ആകുമ്പോഴാണ്. സോ നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് വൺ ഹിയറിംഗ് എയ്ഡ്സ് ആണല്ലേ. ഹിയറിംഗ് എയ്ഡ്സ് എന്ത് ചെയ്യുന്നു? ഹിയറിംഗ് എയ്ഡ്സ് നമ്മളെ എന്ത് ചെയ്യാനായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു? നമ്മൾക്ക് ഈ കേൾവിക്ക് കുറവുള്ള ആളുകളെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഈ ഒരു ഹിയറിംഗ് എയ്ഡ്സ് യൂസ് ചെയ്യുന്നതിലൂടെ അവർ കുറച്ചുകൂടി നല്ല രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേൾക്കാൻ സാധിക്കുമെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ടേസ്റ്റ് ബഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളതും മനസ്സിലാക്കുക കേട്ടോ. സോ ടേസ്റ്റ് ബഡ്സ് എങ്ങനെയാണ്? ടേസ്റ്റ് ബഡ്സ് നമ്മൾ യൂസ് ആക്കുന്നതല്ല, നമ്മുടെ ടങ്ങിൽ ഓൾറെഡി ഉള്ളതാണ് ടേസ്റ്റ് ബഡ്സ്. സോ ഈ ടേസ്റ്റ് ബഡ്സ് ആക്റ്റീവ് ആവുന്നതിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഓരോ ടേസ്റ്റുകൾ സെൻസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ, മാച്ച് ദ ഫോളോയിങ് ആണ്. സോ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം നമുക്കവിടെ ഓരോ സെൻസ് ഓർഗനും തന്നിട്ടുണ്ട്, അവരുടെ സെൻസ് ഓർഗനും ഉണ്ട്, അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കതൊന്ന് മാച്ച് ചെയ്താലോ. ഇവിടെ ഐ ഉണ്ട്, ഇയർ ഉണ്ട്, നോസ് ഉണ്ട്, സ്കിൻ ഉണ്ട്, ടങ് ഉണ്ട് അല്ലേ. ഐ എന്തിനാണ് നമുക്ക് ഹെൽപ്പ് ആക്കുന്നത്? കാണാനല്ലേ. സോ അതിന് മാച്ച് ആവുന്നത് ഏതായതിലാ നമുക്ക് പറയാം അല്ലേ. ഐ എന്താണ്? സീയിങ്. നമുക്ക് കാണാനായിട്ട് എന്ത് ഉപയോഗിക്കാം? ഐ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇയർ എന്തിനു വേണ്ടിയിട്ടാണ്? കേൾക്കാൻ അല്ലേ. സോ ഇയർ എന്താണ്? കേൾക്കാനായിട്ട്. സോ ഇയർ ഹിയറിങ്. ആൻഡ് നോസ് എന്താണ്? നോസ് നമുക്ക് എന്തിനാണ് നോസ് നമ്മൾ ഉപയോഗിക്കുന്നത്? സ്മെൽ ചെയ്യാനല്ലേ. നമ്മൾ വീട്ടിൽ അമ്മമാരൊക്കെ എന്തെങ്കിലും ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ റൂമിൽ ഇരുന്നാൽ പോലും നമുക്ക് ആ സ്മെല്ല് കിട്ടും അല്ലേ. അതെന്തുകൊണ്ടാണ്? നമ്മുടെ നോസിൽ സ്മെല്ലിനുള്ള റിസെപ്റ്റേഴ്സ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ, സ്കിന്നാണ്. സ്കിൻ എന്തിനാണ് ഹെൽപ്പ് ആവുന്നത്? ടച്ചിങ്ങിന് അല്ലേ. നമ്മൾ ഓരോ കാര്യങ്ങൾ തൊട്ട് നോക്കിയില്ലേ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ടീച്ചറിൻ്റെ കയ്യിൽ ഒരു പെന്നുണ്ട്, ഇപ്പോൾ ഇത് നമുക്ക് കണ്ണടച്ചാൽ ഇതൊരു പെന്നാണ് എന്ന് തൊട്ട് നോക്കി മനസ്സിലാക്കാൻ പറ്റും അല്ലേ. സോ ടച്ചിങ്ങിന് എന്താ നമ്മളെ ഹെൽപ്പാക്കുന്നത്? നമുക്കറിയാം അല്ലേ, സ്കിന്ന്. ദെൻ ടങ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടേസ്റ്റിങ്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കാം. സോ ഇവിടെ നമുക്കതിൻ്റെ കറക്റ്റ് ആൻസർ ഉണ്ട്. ഐ ഫോർ സീ, ഇയർ ഫോർ ഹിയറിംഗ്, nose for smelling, skin for touch,
and tongue for tasting. Okay, then next one, റൈറ്റ് ഈച്ച് സെൻസസ് വേർ ഇറ്റ് ബിലോങ്. സോ ഇവിടെ നമുക്കൊരു കുട്ടിയെ കാണാം. ആ കുട്ടിയിൽ ഓരോ പാർട്സ് ഇവർ മെയിനായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ABCDE എന്ന് പറഞ്ഞിട്ട്. സോ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൻസസ് നമ്മൾ എഴുതുക, അത്രയേ ഉള്ളൂ. സോ നമുക്ക് നോക്കാം. എ എന്ന് പറയുന്നത് ഹാൻഡിൻ്റെ പോർഷനിൽ നിന്നാണ് ആ ഒരു ലേബലിംഗ് വന്നിരിക്കുന്നത്. സോ അതെന്തിനായിരിക്കും യൂസ് ആക്കുന്നത്? ടച്ച് അല്ലേ, ടച്ച് നമുക്ക് എഴുതാം. സോ എ എന്തുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്? ടച്ച്. അതിനുശേഷം ബി ആണ്. ബി ഏതാണ്? ഇയർ ആണല്ലേ, ഇയർ പോർഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. സോ അതെന്തിനു വേണ്ടിയിട്ടാണ് നമുക്കറിയാം അല്ലേ, ഈ ഇയർ പോർഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഇയർ നമുക്ക് കേൾക്കാനായിട്ടാണ്. സോ അവിടെ നമുക്ക് എന്ത് എഴുതാം? ഹിയർ അല്ലേ. ദെൻ നെക്സ്റ്റ് വൺ സി. സി എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഐ ആണ്. സോ കണ്ണ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? കാണാൻ. സോ നമുക്കിവിടെ എന്ത് എഴുതാം? സി. ഓക്കെ. ദെൻ ഡി എന്താണ്? നോസ് ആണ് അല്ലേ. നോസ് നമ്മൾ സ്മെൽ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. സോ സ്മെൽ. ആൻഡ് ദെൻ ലാസ്റ്റ് വൺ ഇ ആണ് അല്ലേ. ഇ എന്താണ്? ഈ ടങ്കാണ്. സോ ഈ ടങ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടേസ്റ്റ് ചെയ്താൽ അല്ലേ. സോ ഇതാണ് മാച്ചിങ് ആയിട്ടുള്ള സെൻസ് ആൻഡ് സെൻസ് ഓർഗൻസ് എന്ന് നമുക്ക് പറയാം. ദെൻ നെക്സ്റ്റ് വൺ ഇവിടെ ദിസ് ഈസ് ദ ഓഡിറ്ററി സെൻസ് ഓർഗൻ ഓഫ് അവർ ബോഡി. അതായത് നമ്മുടെ ബോഡിയിലെ ഓഡിറ്ററി സെൻസ് ഓർഗൻ ഏതാണ് എന്നുള്ളത് നമ്മൾ ഇതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓഡിറ്ററി സെൻസ് ഓർഗൻ എന്താണ്? ഓഡിറ്ററി സെൻസ് ഓർഗൻ എന്ന് പറയുന്നത് കൊണ്ട് മീൻ ചെയ്യുന്നത്, ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ആക്കുന്ന ഓർഗൻ ഏതാണ്? സോ ഇതിൽ ഏതാണെന്ന് നമുക്ക് പറയാം? ഇയർ അല്ലേ. നമ്മുടെ ചെവികളാണ് നമുക്ക് കേൾക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ആക്കുന്ന സെൻസ് ഓർഗൻ. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ആക്ടിവിറ്റി 6 ആണ്. ഡിസ്ക്രൈബ് ദ സിംറ്റംസ് ഓഫ് കൺജക്റ്റിവിറ്റീസ് ആൻഡ് മെൻഷൻ സം അതർ കോമൺ ഐ ഡിസീസസ്. കണ്ണിന് വരുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട് അല്ലേ. മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, കാറ്ററാക്ട്, അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങൾ കണ്ണിന് വരാറുണ്ട്. സോ ഈ കൺജക്റ്റിവിറ്റീസ് എന്ന് പറയുന്ന അസുഖം എന്താണെന്നോ അതിൻ്റെ സിംറ്റംസും ആണ് നമുക്കിവിടെ മെൻഷൻ ചെയ്യേണ്ടത്. സോ ഈ ഒരു പർട്ടിക്കുലർ ഡിസീസസിൻ്റെ ഒരു മെയിൻ സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് ഭയങ്കരമായിട്ട് റെഡ് കളർ അല്ലെങ്കിൽ പിങ്കിഷ് കളറാവും. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര ചൊറിച്ചിൽ, അതുപോലെ ഇച്ചിങ്, ഇറിറ്റേഷൻ ഇതെല്ലാം ഉണ്ടാവും. പിന്നെ ലൈറ്റ് അമിതമായി നമ്മുടെ കണ്ണിൽ വന്ന് വീഴുകയാണെങ്കിൽ നമുക്കതും ഒരുപാട് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒന്നാവും. ഓക്കെ. ദെൻ അതർ കോമൺ ഐ ഡിസീസസ് എന്തൊക്കെയാണ്? മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, അതുപോലെ തന്നെ കാറ്ററാക്ട്. സോ ഈ മയോപ്പിയ ആൻഡ് ഹൈപ്പർമെട്രോപ്പിയ നമുക്ക് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലെൻസസ് അല്ലെങ്കിൽ സ്പെക്സ് യൂസ് ചെയ്ത് കറക്റ്റ് ആക്കാൻ പറ്റുന്നതാണ്. കാറ്ററാക്ട് പോലുള്ള അസുഖങ്ങളോ നമ്മൾ എന്ത് ചെയ്യും? കാറ്ററാക്ട് സർജറി ചെയ്തിട്ട് നമുക്കത് കറക്റ്റ് ആക്കാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ആക്ടിവിറ്റി 7 ആണ്. How can visually challenged individuals use other senses to understand their surrounding? നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളെ നമ്മളൊന്ന് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുക. അത് നോർമൽ ആയിട്ടുള്ള ഒരാളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? അവർക്ക് ബാക്കിയുള്ള സെൻസ് ഓർഗൻ അവരുടെ വളരെ ആക്റ്റീവ് ആയിരിക്കും. അതായത് ഈ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് അവർ എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നത്? അവർക്ക് വായിക്കാനായിട്ട് സ്പെഷ്യൽ ഒരു ടെക്നിക്ക് ഉണ്ട്. അതാണ് എന്താ? ബ്രെയിൽ അല്ലേ. ദേ യൂസ് ബ്രെയിലി ഫോർ റീഡിങ് ആൻഡ് ദേ ഹാവ് ഗൈഡ് ഡോഗ്സ്. നമ്മൾ നോർമലി സിനിമയിലൊക്കെ കാണാറില്ലേ, കണ്ണിന് കാഴ്ചയില്ലാത്ത ആളുകളെ അവരെങ്ങനെയാണ് അവർ ഒരു റോഡിലൊക്കെ കൂടി പോകുമ്പോൾ അവരെന്താ യൂസ് ചെയ്യുന്നത്? അവർക്കൊരു ഗൈഡ് ഡോഗ് ഉണ്ടാവും അല്ലേ. സോ ആ ഡോഗ് അവരെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് അവർക്ക് എവിടെയാണോ പോകേണ്ടത് അവിടെ അവരെ കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യാം? കെയിൻസ് ഫോർ മൊബിലിറ്റി സം ടൈം. അവരെപ്പോഴും കയ്യിലൊരു വടി ഉണ്ടാവും അല്ലേ അവർക്ക്. അതും ആക്ച്വലി എന്താണ്? അവർ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണല്ലേ. ദെൻ നെക്സ്റ്റ് വൺ എക്കോ ലൊക്കേഷൻ. എക്കോ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ സൗണ്ടിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സൗണ്ടിൻ്റെ ആ ഒരു ഡയറക്ഷൻ അനുസരിച്ച് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് അവരെങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള ഒരു ഡയറക്ഷൻ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. സോ ഇതെല്ലാം ആക്ച്വലി എന്താണ്? വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് അവരുടെ സറൗണ്ടിങ് അണ്ടർസ്റ്റാൻഡ് ആക്കാനായിട്ട് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് അവർ യൂസ് ചെയ്യുന്ന സെൻസ് ഓർഗൻസ്, അല്ലെങ്കിൽ അവരെങ്ങനെ മറ്റുള്ള സെൻസ് ഓർഗൻസ് യൂസ് ആക്കുന്നു എന്ന് നമുക്ക് പറയാം അല്ല. ഇപ്പോൾ ഗൈഡ് ഡോഗ്സിനെ യൂസ് ചെയ്യുമ്പോഴും അവർ ആ ഡോഗിലൂടെയാണ് അവർ പോകുന്നതെങ്കിലും അവരുടെ ബാക്കിയുള്ള സെൻസ് ഓർഗൻസ് എല്ലാം ആക്റ്റീവ് ആയിരിക്കും. പിന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ടാണെങ്കിൽ അവർക്ക് വായിക്കാനും എഴുതാനും ഒക്കെ എന്ത് ചെയ്യാം? അവർക്ക് ബ്രെയിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സ്ക്രീൻ റീഡേഴ്സ് ഉണ്ട് അല്ലേ. ഇവിടെ നമുക്ക് അതിൻ്റെ ഇമേജസ് ഒക്കെ കാണാം. ഓക്കെ. സോ വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് എങ്ങനെയാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ, വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കറൻസി നോട്ട്? നമ്മളിപ്പോൾ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും അവർ കടയിലൊക്കെ പോയി കഴിയുമ്പോൾ കറക്റ്റായിട്ട് അവർ എന്ത് ചെയ്യുന്നത് കാണാം. നമുക്ക് കറക്റ്റായിട്ട് അവർ രൂപകൾ കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്നറിയാമോ? അവരുടെ സെൻസ്, അതായത് ടച്ചിങ് എന്നുള്ള സെൻസാണ് അവിടെ ആക്ടിവേറ്റ് ആവുന്നത്. അതായത് അവർ ആ കറൻസി നോട്ടിൻ്റെ ഷേപ്പ്, അതിൻ്റെ ആ ഒരു സൈസ്, അതെല്ലാം അവരുടെ മൈൻഡിൽ ഇംപ്രിൻറ്റഡ് ആയിരിക്കും. സോ നമ്മളെക്കാൾ
ഈസി ആയിട്ട്, അതായത് ഒരു കാഴ്ചയുള്ള ആളുകളെക്കാൾ നല്ല രീതിയിൽ അവർ കെയർഫുൾ ആയിരിക്കും അവരെന്ത് കൊടുക്കുന്നു വാങ്ങുന്നു എന്നതിലെല്ലാം. സോ അതാണ് ഇവിടെ പറയുന്നത്. വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓൺ കറൻസി നോട്ട് ദാറ്റ് അസിസ്റ്റ് ദ വിഷ്വലി ചലഞ്ചഡ് ഇൻ ഐഡൻറ്റിഫൈങ് ദം? എന്തൊക്കെയാണത് നമുക്ക് നോക്കിയാലോ? റേസ്ഡ് നമ്പർ, ഡിസ്റ്റിങ്ക്റ്റ് സൈസ്, ഹെൽപ്പ് ഇൻ റെക്കഗ്നൈസിങ് കറൻസി. കറൻസീനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൽ റേസ്ഡ് ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സൈസസ് ഉണ്ടാവും അല്ലേ. നമ്മളിപ്പോൾ 10 രൂപ നോട്ടുള്ള പോലെയാണോ 100 രൂപ നോട്ട്? അല്ല അല്ലേ, അതിന് രണ്ടെണ്ണത്തിൻ്റെയും സൈസ് എന്താണ്? ഡിഫറൻസ് ആണ് അല്ലേ. സോ അത് ആക്ച്വലി എന്തിനെ ഹെൽപ്പ് ആക്കും? ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ, കറൻസി നോട്ട് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് മനസ്സിലാക്കാം. ദെൻ നെക്സ്റ്റ് വൺ, വാട്ട് പ്രിക്കോഷൻസ് ക്യാൻ വി ടേക്ക് ടു പ്രൊട്ടക്ട് അവർ ഇയർ ഫ്രം ഹാം? അതായത് നമ്മുടെ ചെവിനെ ഹാമിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? സോ ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പഠിച്ചതല്ല. ഫസ്റ്റ് 2-3 സ്ലൈഡ്സിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ്. സോ ആർക്കെങ്കിലും ഒന്ന് പറയാമോ? വാട്ട് പ്രിക്കോഷൻസ് ക്യാൻ വി ടേക്ക് ടു പ്രൊട്ടക്ട് ഇയർ ഫ്രം ഹാം? നമ്മുടെ ചെവിയെ ഹാമിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇയർ എന്ത് ചെയ്യാം? ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ട് നമുക്ക് സൂക്ഷിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ചെവിയിൽ എന്തെങ്കിലുമൊക്കെ ഇൻസേർട്ട് ചെയ്യുന്ന സ്വഭാവമുള്ള കൂട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവരോട് പറയുക, അങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ പാടില്ല. അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇയർ ഡ്രം ഡാമേജ് ആവുമെന്നും നമ്മുടെ കേൾവി ശക്തി ഓട്ടോമാറ്റിക്കലി കുറയുമെന്നും പറഞ്ഞു കൊടുക്കുക. ആൻഡ് ദെൻ പ്രൊട്ടക്റ്റ് ഇയർ ഫ്രം ലൗഡ് നോയ്സ്. ഒരുപാട് സൗണ്ടുള്ള സ്ഥലത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നും അല്ലേ. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഇയർ ഡ്രമ്മിന് അത്രത്തോളം ലൗഡ് നോയ്സ് അതിന് ക്യാപ്പബിൾ അല്ല. നമ്മുടെ ഇയർ ഡ്രം അത്രത്തോളം ഹെവി നോയ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. സോ അതെല്ലാം ആക്ച്വലി നമ്മുടെ ഇയറിനെ ഡാമേജ് ആക്കുന്ന കാര്യങ്ങളാണ്. ദെൻ നമ്മൾ ഈ സ്വിമ്മിങ്, അതായത് ഡേർട്ടി വാട്ടേഴ്സിലുള്ള സ്വിമ്മിങ്ങും നമ്മൾ അവോയ്ഡ് ചെയ്യുക. നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരുപാട് ന്യൂസസ് കാണുന്നതാണ്. ഈ നമ്മൾ ഡേർട്ടി ആയിട്ടുള്ള വാട്ടേഴ്സിൽ സ്വിം ചെയ്തിട്ട് ഓരോ ആളുകൾക്ക് ഓരോ അസുഖങ്ങൾ വരുന്നതും അവരുടെ കൈപ്പത്തി അല്ലെങ്കിൽ ഹാൻഡൊക്കെ മുറിച്ച് കളയേണ്ട അവസ്ഥകൾ വരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസിലൊക്കെ നമുക്ക് കാണാം. സോ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേർട്ടി വാട്ടറിൽ ഒരുപാട് തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടാവും. അതെല്ലാം നമ്മുടെ ശരീരത്തിൽ എൻ്റർ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് രീതിയിൽ നമുക്കത് വളരെയധികം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റേ ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്കിപ്പോൾ നമ്മുടെ ചെവിയിൽ ഒരു പെയിനോ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് ഡിസ്ചാർജോ അല്ലെങ്കിൽ നമ്മുടെ ചെവിയിൽ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഫ്ലൂയിഡ് ഇങ്ങനെ ഒഴുകുന്നതൊക്കെ ആയിട്ടുള്ള അവസ്ഥകളുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ചികിത്സിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡോക്ടറിൻ്റെ സഹായം ഉറപ്പുവരുത്തേണ്ടതാണ്. സോ സീ എ ഡോക്ടർ ഇഫ് യു ഹാവ് പെയിൻ ഓർ നോട്ടീസ് ചേഞ്ചസ് ഇൻ ഹിയറിംഗ്. നമുക്ക് കേൾക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഒരു വേരിയേഷൻ തോന്നുന്നെങ്കിലൊക്കെ നമ്മൾ ഡോക്ടേഴ്സിനെ കാണാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആക്ടിവിറ്റി 9 ആണ്. സോ നമ്മുടെ രാജു ഇവിടെ എന്തോ ഭക്ഷണം കഴിക്കുകയാണ് അല്ലേ. നമുക്ക് നോക്കിയാലോ എന്താണ് ഈ ക്വസ്റ്റ്യൻ എന്ന്. വൈ കാൺഡ് രാജു സ്മെൽ ഹിസ് ഫേവറേറ്റ് ഫുഡ് ആസ് വെൽ വെൻ ഹി ഹാവ് എ കോൾഡ്? നമ്മൾ നോർമലി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമുക്കിപ്പോൾ കോൾഡൊക്കെ ഉള്ള സമയത്ത്, നമുക്ക് നല്ല ജലദോഷമൊക്കെ ഉള്ള സമയത്ത് നമുക്ക് നമ്മുടെ ഫേവറേറ്റ് ഫുഡ് നമ്മുടെ അടുത്തുകൊണ്ട് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ സ്മെല്ല് കിട്ടില്ല. അതെന്തായിരിക്കും അതിന് കാരണം? അതായത് ആ സമയത്ത്, അതായത് കോൾഡുള്ള സമയത്ത് നമ്മുടെ നോസിൽ മ്യൂക്കസ്, അതായത് എക്സസ് ആയിട്ടുള്ള മ്യൂക്കസ് പ്രൊഡക്ഷൻ ഉണ്ടാവും. സോ ഈ മ്യൂക്കസ് നമ്മുടെ ഓർഡർ എന്തെങ്കിലും തരത്തിലുള്ള സ്മെല്ലുകൾ നമ്മുടെ മൂക്കിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ സ്മെൽ റിസെപ്റ്റേഴ്സിനെ അത് പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. സോ സ്മെൽ റിസെപ്റ്റേഴ്സിനെ ആ ഒരു സ്മെല്ല് ഡിക്റ്റേറ്റ് ചെയ്യുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സ്മെല്ല് സെൻസ് ചെയ്യുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യും. സോ നമുക്കതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. എക്സസ് മ്യൂക്കസ് പ്രിവെൻറ്റ് ഓഡർ പാർട്ടിക്കിൾസ് ഫ്രം റീച്ചിങ് ദ സ്മെൽ റിസെപ്റ്റർ ഇൻ ദ നോസ്. നമ്മളിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ റിസെപ്റ്റേഴ്സിലേക്ക് എത്തണം അതല്ലേ. അതായത് നമ്മുടെ സ്മെൽ റിസെപ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റ് റിസെപ്റ്റർ, ടങ്ങിലുള്ള ഒന്നാണ് ടേസ്റ്റ് റിസെപ്റ്റർ, നമ്മുടെ ചെവിയിലുള്ളതാണ് ഓഡിറ്ററി റിസെപ്റ്റർ. അപ്പോൾ ഈ റിസെപ്റ്റേഴ്സ് എല്ലാം ആക്ടിവേറ്റ് ആയാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സെൻസുകളെല്ലാം നമ്മുടെ ബോഡിയിൽ സ്റ്റിമുലേറ്റ് ആവുകയുള്ളൂ. സോ നമ്മുടെ ഈ ഒരു സ്മെൽ റിസെപ്റ്റേഴ്സിലേക്ക് ഓവറായിട്ടുള്ള മ്യൂക്കസ് പ്രൊഡക്ഷൻ കൊണ്ട് എന്ത് ചെയ്യില്ല, ഈ ഓർഡർ അല്ലെങ്കിൽ ഈ ഒരു സ്മെല്ല് എത്തില്ല. അതുകൊണ്ടാണ് നമുക്കങ്ങനെ കോൾഡ് ഉള്ള സമയത്ത് നല്ല രീതിയിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട ഫുഡ് ആണെങ്കിൽ പോലും അത് സ്മെൽ ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, നെക്സ്റ്റ് വൺ. വാട്ട് എൽസ് ഡസ് യുവർ ടങ് ഡു ബിസൈഡ് ഹെൽപ്പ് യു ടേസ്റ്റ് ഫുഡ്? അതായത് ഫുഡ് ടേസ്റ്റ് ചെയ്യുക മാത്രമാണോ ടങ്ങിൻ്റെ ജോലി, അല്ലെങ്കിൽ നമ്മൾ ടങ് യൂസ് ആക്കുന്നത്? അല്ല. വേറെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതിലൊന്നാണ് എന്താ, നമുക്ക് ടങ് ചൂയിങ്ങിന് ഹെൽപ്പ് ആക്കും അല്ലേ. ടങ് എയ്ഡ്സ് ഇൻ ചൂയിങ്
swallowing and speaking and even help keep the airways open. നമ്മുടെ എയർവേസ് ഓപ്പൺ ആക്കാനും അതുപോലെ തന്നെ നമുക്ക് സ്പീക്കിങ്ങിനും സ്വാലോയിങ്ങിനും അതായത് വിഴുങ്ങാനും അതായത് ഫുഡ് പാർട്ടിക്കിൾസ് നമ്മൾ നല്ല രീതിയിൽ ച്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഭക്ഷണം നല്ല രീതിയിൽ നമ്മൾ ചവച്ചരയ്ക്കുക അല്ലേ, അതിനാണ് ച്യൂയിങ് എന്ന് പറയുന്നത്. ആൻഡ് സ്വാലോയിങ്ങിനൊക്കെ ഹെൽപ്പ് ആക്കുന്ന ഒന്നാണ് നമ്മുടെ ടങ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ബേസിക് ആയിട്ട് നമ്മൾ മെയിൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മാജിക് ഓഫ് സെൻസസ് എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിൽ. സോ മാജിക് ഓഫ് സെൻസസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? സെൻസ് ഓർഗൻസിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ റെസിപ്റ്റേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ ഓരോ അതായത് നമ്മുടെ സെൻസ് ഓർഗൻസിനെ എങ്ങനെയെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. സോ ഇനി നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്ററാണ് ഡൈവേഴ്സ് ഓർഗനിസംസ് എന്നുള്ള ചാപ്റ്ററാണ്. സോ ഈ ഡൈവേഴ്സ് ഓർഗനിസംസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കെവിൻ സാർ ഇവിടെ റെഡിയായി നിൽപ്പുണ്ട്. സോ നമുക്ക് കെവിൻ സാറിനെ ഇങ്ങോട്ട് വെൽക്കം ചെയ്യാം. സോ നമ്മുടെ ഡൈവേഴ്സ് ഓർഗനിസംസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മുടെ കെവിൻ സാറ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സോ ഇത് കെവിൻ സാറിൻ്റെ ക്ലാസ്സിന് മുന്നായിട്ട് നിങ്ങൾക്കൊരു ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. സോ താങ്ക് യു. അപ്പോൾ ഓൾറെഡി നമ്മുടെ ചിന്നു മിസ്സും വിദ്യാ മിസ്സും നിങ്ങൾക്ക് 2 ചാപ്റ്റേഴ്സ് വളരെ കൃത്യമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തന്നു അല്ലേ. അപ്പോൾ ഇനി ഞാനായിരിക്കും നിങ്ങളുടെ ലാസ്റ്റ് ചാപ്റ്റർ എടുക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേരെന്താണ് മക്കളെ? ഡൈവേഴ്സ് ഓർഗാനിസം. ഓക്കെ, ഫസ്റ്റ് ആക്ടിവിറ്റി നമുക്ക് നോക്കാം. The fishes in the picture are familiar to you, aren't they? Compare their habitats and prepare a note. അതായത് ഇവിടെ 2 മീനുകളുടെ പിക്ചർ നിങ്ങൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒരെണ്ണം മൂശി തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ സാഡൈൻ അല്ലെങ്കിൽ ചാളയുടെ പിക്ചർ അവിടെ മത്തിയുടെ പിക്ചർ അവിടെ തന്നേക്കുന്നത്. അവർ 2 പേരുടെയും ഹാബിറ്റാറ്റ് കമ്പയർ ആയിട്ട് പറഞ്ഞേക്കുന്നത്. അതായത് രണ്ടും എന്താണ് ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിലാണ് താമസിച്ചെങ്കിൽ പോലും ഏതാണ് ഫ്രഷ് വാട്ടർ, ഏതാണ് മെറൈൻ എന്ന് അല്ലെങ്കിൽ കടലിൽ ജീവിക്കുന്നതും അതേപോലെ ഫ്രഷ് വാട്ടറിൽ ജീവിക്കുന്നതും ഏതാണെന്ന് അങ്ങനെയുള്ളൊരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ആൻസർ ഒന്ന് നോക്കാം. അപ്പോൾ മൂഷി എന്ന് പറയുന്നതിൻ്റെ ഹാബിറ്റാറ്റ് എവിടെയാണ് ശരിക്കും പറഞ്ഞാൽ? കോസ്റ്റൽ വാട്ടേഴ്സ് ആൻഡ് എസ്റ്റുറീസ്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ കടൽ വെള്ളത്തിൽ കോസ്റ്റൽ ഏരിയാസിലാണ് കൂടുതലായിട്ടും ഈ മൂഷീനെ കാണുന്നത്. അതേപോലെ തന്നെ അവർക്ക് എവിടെയൊക്കെ താമസിക്കാൻ പറ്റും? ഫ്രഷ് വാട്ടറിലും സോൾട്ട് വാട്ടറിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവിക്കാനായിട്ട് പറ്റും. ഓക്കെ, പക്ഷേ സാഡൈൻ അല്ലെങ്കിൽ മത്തിയുടെ കേസാണെങ്കിൽ ഓപ്പൺ ഓഷ്യൻ വാട്ടേഴ്സിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അതായത് വലിയ വലിയ കടലുകളിലൊക്കെ മാത്രമാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? മത്തി അല്ലെങ്കിൽ സാഡൈനെ കാണാൻ പറ്റുന്നത്. പക്ഷേ ഒരു കാര്യം ഓർത്ത് വെക്കണം, കൂടുതലും നമ്മളിവരെ കാണുന്നത് സോൾട്ട് വാട്ടറിലാണ്, കടൽ വെള്ളത്തിലാണ് കൂടുതലും കാണുന്നത്. അതേസമയം മൂഷിയുടെ കേസാണെങ്കിൽ നമുക്ക് ഫ്രഷ് വാട്ടറിലും കാണാൻ പറ്റും, അതേപോലെ തന്നെ സോൾട്ട് വാട്ടറിലും കാണാൻ പറ്റും. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 2 മീനുകൾ തന്നിട്ട് അവരുടെ ആ ഒരു ഹാബിറ്റാറ്റ് കമ്പയർ ചെയ്യാനും ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാനും പൊതുവേ ഉള്ള ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ ഗ്രൂപ്പ് ബി ആൻഡ് റൈറ്റ് ഇറ്റ്സ് പെക്യുലാരിറ്റീസ്. ഫൈൻഡ് ഔട്ട് ദ എഗ് ലേയിങ് ആനിമൽ ഫ്രം ദ ഗ്രൂപ്പ് ഗിവൺ ബിലോ. അപ്പോൾ നമുക്ക് ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, കുറേ ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ഓരോ ചോദ്യം വായിച്ചിട്ട് എന്താണോ അവർ ഉദ്ദേശിക്കുന്നത് അതായിരിക്കും നിങ്ങൾ എഴുതി വെക്കേണ്ടത്. വലിച്ചു വാരി എഴുതാണ്ട് ഓരോ ഇപ്പം മേ ബി ഒരു ചോദ്യത്തിൽ തന്നെ 1-2 ചോദ്യങ്ങളുണ്ടാവും. ആ ഓരോ ചോദ്യം എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മാത്രം എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അപ്പോൾ ഇവിടെ നോക്കിയേ, ആദ്യം പറഞ്ഞേക്കുന്നത് ഐഡൻറ്റിഫൈ ദ ഗ്രൂപ്പ് ബി. അപ്പോൾ നമുക്ക് ആ പേരുകളൊക്കെ ഒന്ന് നോക്കാം. ക്രോക്കോഡൈൽ, സ്നേക്ക്, ഹൗസ് ലിസേർഡ്, മബൂയ, കലോട്ടസ്. ഇതിൽ നമുക്ക് പരിചയമുള്ള 3 പേരുണ്ട്. ആരൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ക്രോക്കോഡൈൽ ഉണ്ട്, സ്നേക്ക് ഉണ്ട്, ഹൗസ് ലിസേർഡ് ഉണ്ട്. ഇവർ നമ്മൾ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്താൻ പറ്റുന്നത്? ഇവരെല്ലാം എന്താണ്? റെപ്റ്റൈൽസ് ആണല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ബി എന്ന് പറയുന്നത് എല്ലാം എന്താണ്? റെപ്റ്റൈൽസ് ആണ് കേട്ടോ. ഓർത്തു വെക്കണം. കാരണം നമുക്കറിയാവുന്ന 3 ജീവികൾ ഇതിനകത്തുണ്ട്. ഏതൊക്കെയാണ്? ക്രോക്കോഡൈൽ, സ്നേക്ക്, ഹൗസ് ലിസേർഡ്. ഇത് 3 ഉൾപ്പെടുന്ന ജീവി വർഗം അല്ലെങ്കിൽ ആനിമൽ ഗ്രൂപ്പ് ഏതാണ് മക്കളെ? റെപ്റ്റൈൽസ് ആണ് കേട്ടോ. ബാക്കി 2 നമുക്ക് അറിയാവുന്ന പേരുകളായിരിക്കും, പക്ഷെ നമ്മളത് പരിചയമില്ലാത്തായിരിക്കും, നമ്മൾ കേട്ടുപോയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ. പക്ഷേ ക്രോക്കോഡൈൽ, സ്നേക്ക്, ഹൗസ് ലിസേർഡ്, മബൂയ, കലോട്ടസ് എല്ലാം എന്താണ്? റെപ്റ്റൈൽസ് ആണ് കേട്ടോ. ഇനി അവരുടെ പെക്യുലാരിറ്റീസ് എന്താണ്? അവരുടെ പെക്യുലാരിറ്റീസ് നോക്കുവാണെങ്കിൽ എല്ലാം തന്നെ എന്താണ്? എഗ് ലേയിങ് ആണ്. പൊതുവെ എഗ് ലേയിങ് ആനിമൽസ് ആണ്. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം, റെപ്റ്റൈൽസിൻ്റെ കേസ് ആണെങ്കിൽ ഇവരുടെ സ്കിൻ ഭയങ്കര കട്ടിയുള്ളതായിരിക്കും. ഓക്കെ, ദിയർ സ്കിൻ ഈസ് വെരി ടഫ് റെപ്റ്റൈൽസിൻ്റെ കേസ് ആണെങ്കിൽ. പിന്നെ ഈ 4 ഓപ്ഷൻ നിങ്ങൾ തന്നിട്ടുണ്ട്. അതിലുള്ള മുട്ടയിടുന്ന അല്ലെങ്കിൽ ഇടുന്ന ആനിമൽസ് ഏതാണെന്ന് ചോദിച്ചത്. എഗ് ലേയിങ് ആനിമൽസ് ഏതാണെന്ന് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. ബാറ്റ്, വവ്വാലൊരു എഗ് ലേയിങ് ആനിമൽ ആണോ? അല്ല. അപ്പോൾ അതല്ല. ക്രോക്കോഡൈൽ, മുതല ആണ്, അതൊരു എഗ് ലേയിങ് ആനിമൽ ആണ്. അതേപോലെ ഗപ്പി, ഗപ്പി എന്താണ്? ഇതൊരു മീനാണല്ലേ. മീൻ, എല്ലാ മീനുകളും എന്തിടുന്നുണ്ട്? മുട്ടയിടുന്നുണ്ട്. അപ്പം എന്താണ്? അതും കറക്റ്റാണ്. റാറ്റ് അല്ലെങ്കിൽ എലി, ഇല്ല, അതൊരിക്കലും മുട്ടയിടുന്നില്ല അല്ലേ. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ? ആൻസർ എന്ന് പറയുന്നത് ക്രോക്കോഡൈലും ഗപ്പിയുമാണ് എന്ത്? എഗ് ലേയിങ് ആനിമൽസ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കണം, റെപ്റ്റൈൽസിനെ പറ്റി നമ്മൾ ഓർക്കുമ്പോൾ കൂടുതലും എന്താണ്? ചിലത് കരയിൽ ജീവിക്കുന്നവരുണ്ട്, ചിലത് മുഴുവനും വെള്ളത്തിൽ ജീവിക്കുന്നവരുണ്ട്. മനസ്സിലായി? അപ്പം അങ്ങനെയുള്ളവർ പൊതുവെ ഓർത്ത് വെക്കേണ്ടത് ലിസേർഡ്, പല്ലി, അതേപോലെ തന്നെ ക്രോക്കോഡൈൽ, പിന്നെ പാമ്പ്, ഇതെല്ലാം എന്താണ്? റെപ്റ്റൈൽസിൽ പെടുന്നതാണ്. ആൻഡ്, ഗ്രാസ് ഹോപ്പർ, ബട്ടർഫ്ലൈ, ബീറ്റിൽ, ഹൗസ് ഫ്ലൈ, ഇതെല്ലാം എന്താണ്? ഇൻസെക്റ്റ് ആണ്. മനസ്സിലായോ? പ്രാണികളാണ്. ക്ലിയർ ആയോ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Observe the diagram of the metamorphosis stages of a cockroach and answer the following questions. ഇത് നമ്മുടെ ഈ വർഷത്തെ, കാരണം 5ാം ക്ലാസ്സിലെ പുസ്തകം പുതിയ പുസ്തകമാണല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ സമഗ്രയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ചോദ്യമാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മക്കളെ? പ്രതീക്ഷിക്കാം. അതായത് ഇവിടെ തന്നേക്കുന്നത് കോക്രോച്ചിൻ്റെ മെറ്റാമോർഫോസിസ് സ്റ്റേജസിൻ്റെ ഒരു ഡയഗ്രാമാണ്. അതിനെ ആസ്പദമാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉത്തരങ്ങൾ എഴുതണമെന്നാണ്. ഇവിടെ കുറേ ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, ഉത്തരം എഴുതുക എന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലാണ് 2 സബ് ക്വസ്റ്റ്യൻ പിന്നെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു യങ് വൺസ് ദാറ്റ് ഹാച്ച് ഫ്രം ദ കോക്രോച്ച് എഗ്സ്? എന്തായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? നിംഫ് എന്നാണ് കേട്ടോ പറയുന്നത്. ഓർത്തു വെക്കണം. അതായത് ദ യങ് വൺ, അതായത് കോക്രോച്ച്, പാറ്റയുടെ മുട്ടയിൽ നിന്നും ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ പേരെന്താണ്? നിംഫ് എന്നാണ്. മനസ്സിലായല്ലോ? ദ യങ് വൺസ് ദാറ്റ് ഹാച്ച് ഫ്രം ദ കോക്രോച്ച് എഗ്സ് ആർ കോൾഡ് വാട്ട്? നിംഫ്. മനസ്സിലായല്ലോ? ഹായ്, ഗുഡ് ഈവനിങ് എവ്രി വൺ. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ് കേട്ടോ, നിംഫ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് മെറ്റാമോർഫോസിസ് നമുക്ക് നോക്കാം. അതായത് മെറ്റാമോർഫോസിൻ്റെ സ്റ്റേജസ് പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് എന്തോ വേണം? എന്താണ് മെറ്റാമോർഫോസിസ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതായത് ഒരു പുതിയ യങ് വൺ ഉണ്ടാവണമെങ്കിൽ അവരെ ലാർവൽ സ്റ്റേജസിലൂടെ കടന്നു പോകണം. ഓക്കെ, ആ ലാർവൽ സ്റ്റേജസിന് കുറേ സ്റ്റേജസ് കടന്നു പോയിട്ടാണ് ഒരു പുതിയ യങ് വൺ ഉണ്ടാവുന്നത്. ആ ഒരു ടൈപ്പ് ഓഫ് പ്രോസസ്സിനെയാണ് നമ്മൾ മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ പ്രോസസ് ബൈ വിച്ച് യങ് വൺസ് ഇൻ ദ ലാർവ സ്റ്റേജ് ഡെവലപ്പ് ഇൻ ടു ഓർഗാനിസംസ് സിമിലർ ടു ദിയർ പേരൻസ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്. ഇതിനെയാണ് നമ്മൾ മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഒരു നിംഫ് ആദ്യം ഒരു എഗ്ഗാണ് ഉണ്ടാവുന്നത്.
ആദ്യം ഒരു എഗ്ഗ് ഉണ്ടാവും. ആ എഗ്ഗിൽ നിന്നുമാണ് എന്തുണ്ടാവുന്നത്? നിംഫ് ഉണ്ടാവുന്നത്. ആ നിംഫ് അത് വളർന്നിട്ട് എന്താവും? അഡൾട്ട് ആകും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്. ഒരു പാറ്റ ഒരു മുട്ടയിടും. ആ മുട്ടയിൽ നിന്ന് അതിൻ്റെ കുഞ്ഞുണ്ടാവും. ആ കുഞ്ഞ് വലുതായിട്ട് അഡൾട്ട് കോക്രോച്ച് ആവും. ആ അഡൾട്ട് കോക്രോച്ച് പിന്നെയും എന്ത് ചെയ്യും? മുട്ടയിടും. അപ്പം ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. ഇങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കും. ഇത് നമ്മൾ രൂപാന്തരണം എന്ന് പറയും. മെറ്റാമോർഫോസിസിനെ രൂപാന്തരണം എന്നും പറയും. മനസ്സിലായല്ലോ? അപ്പം കോക്രോച്ചിൻ്റെ കേസിൽ 3 ഘട്ടമാണ്. ഒന്നാമത്തെ ഘട്ടം എഗ്ഗാണ്, രണ്ടാമത്തെ നിംഫാണ്, മൂന്നാമത്തത് അഡൾട്ടാണ്. ക്ലിയർ? അടുത്ത ചോദ്യം അതിൻ്റെ കൂടെ തന്നെ പറയുന്ന സ്റ്റേജസ് നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേജാണ് എഗ്ഗ് എന്ന് പറയുന്നത്. അപ്പം എന്താ ചെയ്യണത്? ആരാണ് മുട്ടയിടുന്നത്? ഫീമെയിൽ കോക്രോച്ച് ആണ് മുട്ടയിടുന്നത്. അതിന് എഗ് കേസിൽ ഫീമെയിൽ കോക്രോച്ച് ആണ് മുട്ടയിടുന്നത്. അതിനുശേഷം ഈ മുട്ട വിരിയുമ്പോൾ എന്തുണ്ടാവും? നിംഫുകൾ ഉണ്ടാവും. ഈ നിംഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡൾട്ട് വേർഷൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ, ഒരു കുഞ്ഞു വേർഷനാണ് ആക്ച്വലി എന്ത്? നിംഫ് എന്ന് പറയുന്നത്. ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവരുടെ പുറത്ത് ഇങ്ങനെ സ്കെലിറ്റൺ പോലത്തെ സാധനങ്ങളുണ്ട്. അതിനെല്ലാം ഷെഡ് ചെയ്തിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഒരു പുതിയ അഡൾട്ടായിട്ട് മാറുന്നത്. ഓക്കെ, അതിനുശേഷം കുറേ മോൾട്ടിങ് കഴിഞ്ഞിട്ടാണ് ആ നിംഫ് എല്ലാം ഒരു മെച്യൂർ അഡൾട്ടായിട്ട് മാറുന്നത്. പക്ഷേ ഒരു കോക്രോച്ച് നമ്മൾ കണ്ടാൽ അവർക്ക് പറക്കാനും സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അത് അഡൾട്ടായി മാറിയതിന് ശേഷം അത് ഫുള്ളി ഡെവലപ്ഡ് വിങ്സ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഫോം ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Observe the different insects shown in the picture. Write 2 characteristics of insects. Name 2 insects that you see around plants or flowers. അതായത് ഇവിടെ കുറേ ഇൻസെക്റ്റിൻ്റെ പ്രാണികളുടെ പിക്ചേഴ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മളോട് ചോദിച്ചേക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 2 ക്യാരക്ടേഴ്സ്, ഇൻസെക്റ്റിൻ്റെ 2 ക്യാരക്ടേഴ്സ് എഴുതാനും അതേപോലെ തന്നെ നമ്മുടെ ചെടികളുടെ പുറത്തും പൂക്കളുടെ പുറത്തും കാണുന്ന ഏതെങ്കിലും 2 ഇൻസെക്റ്റിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കത് നോക്കാം, ആൻസർ ഒന്ന് നോക്കാം. നോക്കേ, പൊതുവേ നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് നോക്കേ, ഈ ഒരു ഇതെന്താണിത്? തേനീച്ചയാണല്ലേ. തേനീച്ചയുടെ പുറത്ത് 2 കൊമ്പുണ്ട്. ആ കൊമ്പിനൊരു പേരുണ്ട്. അതെന്താണത്? ആൻറ്റീന. എന്താണ്? ആൻറ്റീന. ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം, അവരുടെ ഹെഡിൻ്റെ പുറത്ത് 2 കൊമ്പ് പോലത്തെ സാധനങ്ങളുണ്ട്. അതിൻ്റെ പേരെന്താണ്? ആൻറ്റീന. അത് കൂടാണ്ട് അവർ ശരീരത്തിൻ്റെ പുറത്ത് 6 കാലുകളുണ്ട്. ഓക്കെ, 6 കാലുകൾ അവരെ ശരീരത്തിൻ്റെ പുറത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ ചോദ്യം ചോദിച്ചേക്കണത് പൂക്കളിലോ അതേപോലെ തന്നെ ചെടികളിലോ കാണുന്നതാണ്. ഏതൊക്കെയാണ്? ഹണി ബീസും ഉണ്ട്, ബട്ടർഫ്ലൈസും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഹണി തേനീച്ചകളും ബട്ടർഫ്ലൈകളും പൂമ്പാറ്റകളുമാണ് നമ്മൾ പൂക്കളിലും പ്ലാന്റ്സിലെല്ലാം കാണുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. Observe the illustration showing the stages of the metamorphosis of butterfly. ആദ്യം ഇതൊന്ന് വായിക്കുക. ഈ ഒരു പിക്ചർ നിങ്ങൾ മനസ്സിലാക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്നെങ്കിൽ ബട്ടർഫ്ലൈയുടെ അല്ലെങ്കിൽ കോക്രോച്ചിൻ്റെ മെറ്റാമോർഫോസിൻ്റെ സ്റ്റേജ് നാളത്തെ പരീക്ഷയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ മെറ്റാമോർഫോസിസ് ഓഫ് ബട്ടർഫ്ലൈയുടെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഏതൊക്കെയാണ്? നെയിം ദ യങ് വൺ ഹാച്ചിങ് ഔട്ട് ഫ്രം ദ എഗ് ഓഫ് എ ബട്ടർഫ്ലൈ. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ സ്റ്റേജസ് ഓഫ് മെറ്റാമോർഫോസിസ് ഓഫ് എ ബട്ടർഫ്ലൈ. പിന്നെ അത് കൂടാണ്ട് നെയിം എനി 2 ഓർഗാനിസംസ് ഓഫ് വിച്ച് ദ യങ് വൺസ് ഡു നോട്ട് റിസംബിൾ. പിന്നെ ലാസ്റ്റ് വൺ എന്താണ്? അതിൻ്റെ സ്റ്റേജസ് ആണ് കേട്ടോ. അപ്പോൾ നോക്കേ, നെയിം ദ യങ് വൺ ഹാച്ചിങ് ഔട്ട് ഫ്രം ദ എഗ് ഓഫ് എ ബട്ടർഫ്ലൈൻ്റെ പേരെന്താണ്? മുട്ടയിൽ നിന്നും ഉണ്ടാവുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്? ലാർവയാണ് കേട്ടോ. എഗ്ഗിൽ നിന്നും ഉണ്ടാവുന്നത് ലാർവയാണ്. പിന്നെ അതേപോലെ തന്നെ ആ എഗ്ഗിൽ നിന്നും ഉണ്ടാകുന്ന യങ് വൺ എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഒരു ലിറ്റിൽ വേർമിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഈ മെറ്റാമോർഫോസിസിൽ എന്താ സംഭവിക്കുന്നത്? ഈ അഡൾട്ട് ബട്ടർഫ്ലൈ ഏതൊക്കെ സ്റ്റേജാണ് ഉണ്ടാവുന്നത്? ലാർവ സ്റ്റേജ് കഴിഞ്ഞിട്ടും പ്യൂപ്പ സ്റ്റേജ് കഴിഞ്ഞിട്ടുമാണ് ലാർവ മീൻസ് അഡൾട്ട് ഉണ്ടാവുന്നത്. മനസ്സിലായല്ലോ? ലാർവയും പ്യൂപ്പ സ്റ്റേജും കഴിഞ്ഞിട്ടാണ് അഡൾട്ട് ഉണ്ടാവുന്നത്. പിന്നെ അതേപോലെ വേറൊരു ചോദ്യം എന്താണ്? നെയിം എനി 2 ഓർഗാനിസംസ് ഓഫ് വിച്ച് ദ യങ് വൺസ് ഡു നോട്ട് റിസംബിൾ. ഏതൊക്കെയാണ്? ഫ്രോഗും മസ്കിറ്റോ ആണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഓർത്ത് വെക്കണം, മെറ്റാമോർഫോസിസ് സ്റ്റേജ് ഓഫ് ബട്ടർഫ്ലൈ എഗ്ഗാണ് ആദ്യം ഉണ്ടാവുന്നത്.
എഗ്ഗ് കഴിഞ്ഞിട്ട് ലാർവ, ലാർവ കഴിഞ്ഞിട്ട് പ്യൂപ്പ, പ്യൂപ്പ കഴിഞ്ഞിട്ട് അഡൾട്ട്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബട്ടർഫ്ലൈയുടെ കേസാണ് എഗ്, ലാർവ, പ്യൂപ്പ, അഡൾട്ട്. അതേസമയം കോക്രോച്ചിനാണെങ്കിലോ എഗ്ഗ് കഴിഞ്ഞിട്ട് നിംഫ്, നിംഫ് കഴിഞ്ഞിട്ട് അഡൾട്ട്. മറന്നു പോരുത്, മാറിപ്പോരുത്. 4 സ്റ്റേജാണ് ബട്ടർഫ്ലൈയിൽ, 3 സ്റ്റേജാണ് കോക്രോച്ചിൽ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, നമ്മുടെ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഓൾറെഡി ഉണ്ട്. അതിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ നോട്ട്സിനും എല്ലാം നമുക്ക് അതിനകത്ത് കിട്ടുമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലേബിൾ ദ ബോഡി പാർട്സ് ഓഫ് എ ബേർഡ്. ഇപ്പോൾ ഇവിടെ 4 ബോഡി പാർട്സ് A B C D ആയിട്ട് തന്നിട്ടുണ്ട്. അത് ലേബിൾ ചെയ്യുക. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇവർക്ക് പറക്കാൻ കാരണം, എന്തൊക്കെ അഡാപ്റ്റേഷൻസ് കൊണ്ടാണ് ഇവർക്ക് പറക്കാനായിട്ട് കാരണം. ഓക്കെ, സോ ഇവിടെ നോക്കേ, ഫസ്റ്റ് എന്താണ്, ഇതെൻ്റെ കണ്ണാണല്ലേ. ഇതെന്താണ്, എ എന്താണ്, അപ്പോൾ എ എന്ന് പറയണത് ഐ ആണ്. ഇനി ഈ ഒരു ഭാഗം എന്താണ്, അതിൻ്റെ ബീക്കാണ്. സി എന്താണ്, സി എന്ന് പറയണത് അതിൻ്റെ ഫെദറാണ്. ഡി എന്ന് പറയുമ്പോൾ എന്താണ്, ഡി ഇസ് ദ ടെയിൽ. ഓക്കെ, അപ്പോൾ ഒരു ബേർഡിൻ്റെ ബോഡി പാർട്സ് ഇതൊക്കെയാണ്. ഐ വരുന്നുണ്ട്, ബീക്ക് വരുന്നുണ്ട്, ഫെദർ വരുന്നുണ്ട്, ടെയിൽ വരുന്നുണ്ട്. ഓക്കെ, ഇനി എന്തൊക്കെ കൊണ്ടാണ് ബേർഡ്സ് ഫ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്, എന്തൊക്കെ കാരണം കൊണ്ടാണ്? അതായത് അതിൻ്റെ ബോഡി ഷേപ്പ്, പിന്നെ അതിൻ്റെ ലൈറ്റ് ബോഡി, അതിൻ്റെ ബോഡി വെയിറ്റ് അത്രയും എന്താണ്, ലൈറ്റാണ്. കൂടുതൽ വെയിറ്റ് കൂടുതൽ സംഭവിക്കും, അതിന് പറക്കാൻ പറ്റില്ല. പിന്നെ സ്ട്രോങ് മസിൽസ് ടു മൂവ് ദ ലാർജ് വിങ്സ്, അതായത് അവർ വലിയ വലിയ ഇതാണല്ലോ, വിങ്സ് ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് വേണം, സ്ട്രോങ് മസിൽസും കൂടി വേണം. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഒരു പക്ഷിക്ക് പറക്കാനായിട്ട് ഹെൽപ്ഫുൾ ആവുന്നത്. ഇതൊക്കെയാണ് ഷേപ്പ് ഓഫ് ദ ബോഡി, ലൈറ്റ് ബോഡി, ലൈറ്റ് വെയിറ്റ്, അതായത് അതിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ് ഇവിടെ പറയുന്നത്. പിന്നെ സ്ട്രോങ് മസിൽസ് ടു മൂവ് ദ ലാർജ് വിങ്സ്. നൗ വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് മാമൽസ്? അടുത്ത ആക്ടിവിറ്റി ആണ്. വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് മാമൽസ്? ഗിവ് സം എക്സാമ്പിൾസ്. പിന്നെ നെയിം 2 മാമൽസ് ദാറ്റ് ലിവ് ഇൻ വാട്ടർ. അടുത്ത ചോദ്യം നെയിം എ ഫ്ലൈയിങ് മാമൽ. പിന്നെ അടുത്തത് ഡി എന്ന് പറയുന്നത് ഡാഷ് ആർ ക്രീച്ചേഴ്സ് ദാറ്റ് ഗിവ് ബർത്ത് ടു യങ് വൺസ് ആൻഡ് ഫീഡ് മിൽക്ക്. പിന്നെ ഇത് ഇ ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ, ഓൾ മാമൽസ് ആർ ദ പ്രസൻസ് ഓഫ് പിന്നെ ബട്ട് ബ്ലൂ വെയിൽ ഇസ് നോട്ട് ഹാവിങ് ഇറ്റ്, ഇസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ്? 5 ചോദ്യം തന്നിട്ടുണ്ട്. 7ാമത്തെ ആക്ടിവിറ്റിയിൽ 5 ചോദ്യങ്ങൾ തന്നേക്കണത്. അപ്പോൾ എന്തൊക്കെയാണ് മാമൽസിൻ്റെ പെക്യുലാരിറ്റീസ്? ദേ ഗിവ് ബർത്ത് ടു യങ് വൺസ് ആൻഡ് ഫീഡ് ദ മിൽക്ക്. പിന്നെ അതേപോലെ തന്നെ ഹെയർ ഓൺ ദ ബോഡി ആൻഡ് പ്രസൻസ് ഓഫ് പിന്ന. എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയാം, മാമൽസിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? എലിഫൻറ്റ്, റൈനോസറസ്, ഡോൾഫിൻ, ഡിയർ, മങ്കി, റാബിറ്റ്, സ്ക്വിറിൽ എക്സെട്ര. ഇത്രയുമാണ് മാമൽസിന് എക്സാമ്പിൾ വരുന്നത്. എന്തൊക്കെയാണ് പെക്യുലാരിറ്റീസ്? ദേ ഗിവ് ബർത്ത് ടു യങ് വൺസ്, ദേ ഫീഡ് ദ മിൽക്ക്, പിന്നെ അതേപോലെ തന്നെ ഹെയർ ഓൺ ദ ബോഡി ആൻഡ് ഓൾസോ ദ പ്രസൻസ് ഓഫ് പിന്ന ഓൺ ദ ഇയർ. എക്സാമ്പിൾ എലിഫൻറ്റ്, റൈനോസറസ്, ഡോൾഫിൻ. നിങ്ങൾക്ക് അറിയാവുന്ന മാമൽസിൻ്റെ എക്സാമ്പിൾസ് എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത് നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? വെള്ളത്തിൽ ജീവിക്കുന്നവർ ഏതൊക്കെയാണ്? ഡോൾഫിനും വെയിലുമാണ്. ഇനി പറക്കുന്നത് ഏതാണ്? ബാറ്റാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഓർത്തു വെക്കേണ്ടത്, ഇവിടെ വേറെ ചോദ്യം എന്താണ്? ദേ ഗിവ് ബർത്ത് ടു യങ് വൺസ് ആൻഡ് ഫീഡ് മിൽക്ക്. അതാരാണത്? മാമൽസ് ആണ്. പിന്നെ അതേപോലെ തന്നെ ബ്ലൂ വെയിലിന് എന്തില്ല? പിന്നെ ഇല്ല, ശരിയാണ്. ബാക്കി എല്ലാ മാമൽസിനും പിന്നെ ഉണ്ട്. ഓക്കെ, അത് ട്രൂ ആണ്. അടുത്ത ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്. നമ്മൾ ഓൾറെഡി ഇത്രയും നമ്മൾ പഠിച്ചതിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മാമൽ ഇൻ വാട്ടർ, വെള്ളത്തിൽ ജീവിക്കുന്ന മാമൽ അല്ലെങ്കിൽ സസ്തനി എന്താണ്? ഡോൾഫിൻ ആണ് കേട്ടോ. ഡോൾഫിൻ ആണ്. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ. എല്ലാവരും ക്ലാസ്സിൽ ആക്റ്റീവ് ആകുക. ഓക്കെ, ഇനി സോൾട്ട് വാട്ടർ ഫിഷ് ഏതായിരിക്കും? ഇതിൽ ആകെ ഒരു മീനിൻ്റെ പേരേ ഉള്ളൂ. അതിൻ്റെ പേരാണ് എന്ത്? സാഡൈൻ. ആംഫീബിയൻ, ആംഫീബിയൻ എന്താണ്? ഫ്രോഗ് ആണ്. ആനിമൽ വിത്ത് നോ സ്പൈൻ ഏതാണ്? മോത്താണ്. പിന്നെ ഹാവ് പിന്ന, ഡിയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. യെസ്, മാമൽ ഇൻ വാട്ടർ ഏതാണ്? ഡോൾഫിൻ. സോൾട്ട് വാട്ടർ ഫിഷ് സാർഡിൻ. ആംഫീബിയൻ്റെ പേര് ഫ്രോഗ്. ആനിമൽ വിത്ത് നോ സ്പൈൻ മോത്ത്. ഹാവ് പിന്നെ എന്താണ്? ഡിയർ ആണ്. ഓക്കെ, ഇനി
നൊക്ടേണൽ ബേർഡ്. നൊക്ടേണൽ എന്താണ്? രാത്രിയിൽ കാണുന്നവർ അല്ലെ. നമ്മൾ രാത്രികൾ ഏറ്റവും കൂടുതൽ ഉണർന്നിരിക്കുന്നവർ ആരാണ്? മൂങ്ങകളാണ് അല്ലേ. അപ്പം ഇതിലേതാണ് മൂങ്ങയുടെ പിക്ചർ? ആ, ഹാവ് സ്കെയിൽ ആൻഡ് ഫിൻസ്. അതായത് സ്കെയിൽസും ഫിൻസ് ആരുടെയാണത്? ഫിഷിൻ്റെ ആണല്ലേ. അപ്പോൾ ഫസ്റ്റ് പിക്ചർ. ഫീഡ് മിൽക്ക് എലിഫൻ്റ് ആണ്. ലാർവ ഉള്ളത് ഇതിനാണ്. ഓക്കെ, അപ്പം ആൻസർ നമുക്ക് നോക്കാം. യെസ്, ഇത് ഔളാണ്, ഇത് ഫിഷാണ്, എലിഫൻറ്റ്. നമുക്ക് വേണമെങ്കിൽ ബട്ടർഫ്ലൈ എന്ന് പറയാം. ബട്ടർഫ്ലൈയുടെ ഇതാണ്, ലാർവയാണ് ആക്ച്വലി. ഔളൊരു ബേർഡാണ്. പിന്നെ അത് എലിഫൻ്റ് എന്താണ്? എലിഫൻ്റ് ഒരു മാമലാണ് കേട്ടോ. നൊക്ടേണൽ ബേർഡ് എന്ന് പറയുമ്പോൾ രാത്രിയിൽ കാണുന്നവരാണ്. ഓക്കെ, ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദ ആനിമൽ ഗിവൺ ബിലോ. ഇതാരാണിത്? ഓസ്ട്രേലിയയിൽ കാണുന്നവരാണ് കേട്ടോ ഇവർ. ആരായിരിക്കും? ആ, കാങ്കറു. കാങ്കറുവിൻ്റെ പിക്ചറാണ് ഇവിടെ തന്നേക്കണത് അല്ലേ. കാങ്കറു ഏത് ഗ്രൂപ്പാണ്? മാമൽസിലാണ്. ഓർത്ത് വെക്കണം, മാമൽസിലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ദേ കീപ് ദിയർ യങ് വൺസ് ഇൻ ദ പൗച്ച് അല്ലേ. കണ്ടിട്ടില്ലേ? അവരെന്ത് ചെയ്യുന്നത്? പൗച്ചിനുള്ളിലാണ് അവർ യങ് വൺസിനെ വെക്കുന്നത്. അവർക്ക് നട്ടെല്ലുണ്ടോ? നട്ടെല്ലുണ്ട്. അവർക്കൊരു ബാക്ക് ബോൺ ഉണ്ട്. നമുക്കുള്ള പോലെ തന്നെ അവർക്കും എന്തുണ്ട്? നട്ടെല്ലുണ്ട്. ഓക്കെ, സോ ദേ ഹാവ് ഫർ ഓൺ ഇറ്റ്സ് ബോഡി. പിന്നെ ദേ ഹാവ് എ സ്പൈൻ. ഓക്കെ, യു ഓൾറെഡി നോ അബൌട്ട് എക്സ്റ്റിങ്ക്റ്റ് ആനിമൽസ് ആൻഡ് വൈ ദേ ഡിസപ്പിയർഡ്. നമുക്കറിയാം കുറേ ജീവികൾ എന്ത് ചെയ്ത് പോയിട്ടുണ്ട്? എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുണ്ട്. എന്തുകൊണ്ട് ഡിസപ്പിയർ ആയി പോയെന്ന് നോക്കിയിട്ടുണ്ട്. നെയിം വൺ ആനിമൽ ദാറ്റ് ഇസ് നൗ എക്സ്റ്റിങ്ക്റ്റ്. വാട്ട് ക്യാൻ പീപ്പിൾ ഡു ടു പ്രൊട്ടക്ട് ആനിമൽസ് സ്റ്റിൽ ലിവിങ് ടുഡേ. അതായത് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഇങ്ങനൊരു ചോദ്യം വന്നാൽ ഇവിടെ നിന്ന് ലോകത്തു നിന്നും എക്സ്റ്റിങ്ക്റ്റ് ആയി പോയവരുടെ പേരാണ് ചോദിച്ചേക്കുന്നത്. ഏതായിരിക്കും? ഡൈനോസർ ആണ് കേട്ടോ. ഡിനോസർ ആണ്. നമ്മൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇപ്പോൾ ഉള്ള ജീവികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് എന്ത് പറ്റും? അവരെ ഹാബിറ്റാറ്റ്സ് കൺസേർവ് ചെയ്യുക, പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യുക. ഇത്രയുമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് സെഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് കഴിഞ്ഞിട്ട് സാർ ഇപ്പം തന്നെ വരാം കേട്ടോ.
സോ നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേം. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേമിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. സോ തേർഡ് ടേമിലെ എല്ലാ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. സോ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേമിൽ വരുന്നതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് കംപ്ലീറ്റ് എ ടേബിൾ സ്യൂട്ടബിളി റിലേറ്റഡ് ടു ഡിസോൾവിങ് പ്രോപ്പർട്ടി. ഡിസോൾവിങ് പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ആക്കണം കേട്ടോ. സോ മക്കളെ ഇവിടെ സൊല്യൂട്ട് എന്ന് എഴുതിയിട്ട് എ ഉണ്ട്, അതുപോലെ തന്നെ ബി ഉണ്ട്. സോ ആ ബ്ലാങ്ക് ആയിട്ടുള്ള ഓരോ ലെറ്റേഴ്സും നമ്മൾ ഫില്ല് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊല്യൂട്ട് പ്ലസ് സോൾവെൻറ്റ് ഈക്വൽ ടു വാട്ട് സൊല്യൂഷൻ. ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. ഓക്കെ, സൊല്യൂഷൻ SOLUTION കേട്ടോ. സോ സൊല്യൂട്ടും സോൾവെൻറ്റും ചേരുന്നതാണ് എന്താ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ സൊല്യൂട്ട് തന്നിട്ടുണ്ട്, അപ്പോൾ എ എന്തായിരിക്കും സോൾവെൻ്റ് ആയിരിക്കും അല്ലേ. സോ ബി അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും സൊല്യൂഷൻ ആയിരിക്കും. ദെൻ നമുക്ക് സോഡ വാട്ടർ, അതായത് സൊല്യൂഷൻ്റെ പേര് അവിടെ തന്നിട്ടുണ്ട്, സോൾവെൻറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ സൊല്യൂട്ട് ഏതാണെന്നാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. അവിടുത്തെ സൊല്യൂട്ട് എന്തായിരിക്കും കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലേ. അതായത് വാട്ടറിലേക്ക് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫില്ല് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് സോഡ വാട്ടർ കിട്ടുന്നത് അല്ലേ. ദെൻ നെക്സ്റ്റ് വൺ ഷുഗർ പ്ലസ് വാട്ടർ, അതായത് നമ്മൾ വാട്ടറിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സൊല്യൂഷനിൽ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി എന്താണോ ഉള്ളത് അതാണ് സൊല്യൂട്ട്, ഏറ്റവും ക്വാണ്ടിറ്റി എന്താണോ ഉള്ളത് അതാണ് എന്താ സോൾവെൻ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ വാട്ടറിലേക്ക് ഷുഗർ ആഡ് ചെയ്യുന്നു, ഷുഗർ ഇട്ടിട്ട് നമ്മൾ നല്ലോണം അത് ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സൊല്യൂഷൻ കിട്ടുന്നു അല്ലേ. സോ സൊല്യൂഷൻ എന്തായിരിക്കും അവിടുത്തെ ഷുഗർ സൊല്യൂഷൻ അല്ലേ, ഷുഗർ സൊല്യൂഷൻ. ഇനി നമുക്ക് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ പേര് അവിടെ തന്നിട്ടുണ്ട്. അവിടെ നമുക്ക് സൊല്യൂട്ടും സോൾവെൻറ്റും എഴുതണം. സോ സൊല്യൂട്ട് എന്താണ് ഇവിടെ കോപ്പർ സൾഫേറ്റ് നമ്മൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ കിട്ടുന്നത്. സോ ഇവിടെ സൊല്യൂട്ട് കോപ്പർ സൾഫേറ്റും സോൾവെൻറ്റ് എന്താണ് വാട്ടറുമാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ വാട്ട് തിങ്സ് ആർ നീഡഡ് ഫോർ എ സീഡ് ടു ജെർമിനേറ്റ്. ഒരു വിത്തിനെ ജെർമിനേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിന് വളരണമെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ആവശ്യമായിട്ടുള്ളത്, അതാണ് നമ്മുടെ ചോദ്യം. സോ എന്തൊക്കെയായിരിക്കും വേണ്ടത്, നമുക്ക് എയർ വേണം, വാട്ടർ വേണം, അതുപോലെ തന്നെ ഫേവറബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറും വേണം. ഈ 3 കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുള്ളൂ, അത് പിന്നീട് പ്ലാന്റ് ആവുകയും നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ തരണ്ടേ. സോ അതിന് വേണ്ട എല്ലാ ഫാക്ടേഴ്സും അവിടെ ലഭ്യമായിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ സ്റ്റേജസ് ഇൻവോൾവ് ഇൻ ദ ജെർമിനേഷൻ ഓഫ് സീഡ്. അതായത് സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നതിന് എന്തൊക്കെ സ്റ്റേജസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. സോ നമുക്ക് സീഡ് ജെർമിനേറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. എന്തൊക്കെ സ്റ്റേജസ് ആയിരിക്കും അതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ സീഡിനെ നല്ല രീതിയിൽ സോക്ക് ചെയ്യുക, അതായത് വെള്ളത്തിലിട്ട് നമ്മൾ നല്ല രീതിയിൽ അതിനെ സോക്ക് ചെയ്തിട്ട് അത് സോക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക, അതിൻ്റെ ഔട്ടർ കവറിങ്, അതിൻ്റെ പുറമേ ഉള്ള ആ ഒരു പാളി പൊട്ടും അല്ലേ, അതിനെയാണ് ഔട്ടർ കവറിങ് ബേസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. ദെൻ അതിനുശേഷം എന്താണ് അവിടെ സംഭവിക്കുന്നത്, റാഡിക്കിൾ അതിൽ നിന്ന് വരും അല്ലേ, റാഡിക്കിൾ കംസ് ഔട്ട് ആൻഡ് ദെൻ പ്ലൂമ്യൂൾസ് കംസ് ഔട്ട്. അപ്പോൾ ഈ റാഡിക്കിളും പ്ലൂമ്യൂളും എന്താ സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. റാഡിക്കിൾ എന്ന് പറഞ്ഞാലും പ്ലൂമ്യൂൾ എന്ന് പറഞ്ഞാലും സീഡിൽ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അതിൽ റൂട്ടും സ്റ്റെമ്മുമായിട്ട് മാറുന്ന 2 ഭാഗങ്ങളാണ് റാഡിക്കിളും പ്ലൂമ്യൂളും. സോ അവസാനം ഇതിൽ നിന്ന് റൂട്ടും സ്റ്റെമ്മും നമുക്ക് കിട്ടും. സോ ഇതാണ് ഒരു സീഡിൻ്റെ ജെർമിനേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ സീഡിനെ സോക്ക് ചെയ്യുക, അതിൻ്റെ ഔട്ടർ ലെയർ അത് ബേസ്റ്റ് ആവും, അതിനുശേഷം അതിൽ നിന്ന് റാഡിക്കിളും പ്ലൂമ്യൂളും വരികയും അത് പിന്നീട് ഡെവലപ്പ് ചെയ്ത് റൂട്ട് ആൻഡ് സ്റ്റെം ആവുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ ആക്ടിവിറ്റി. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ സീഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ്. റൈറ്റ് വാട്ട് എ ആൻഡ് ബി റെപ്രസെൻറ്റ് ഇൻ ദ ഇമേജ്. ഈ ഇമേജിൽ എയും ബിയും എന്താണെന്ന് നമുക്ക് റെപ്രസെൻറ്റേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വാട്ട് ഈസ് എ ചേഞ്ച് ഒക്കറിങ് ഇൻ ഈച്ച് പാർട്ട്. ഓരോ ഭാഗങ്ങളിലും എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കണം. സോ നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്, റാഡിക്കിളാണ് കേട്ടോ, റാഡിക്കൽ കോട്ടിലിഡനാണ്. ഇനി ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ഇനീഷ്യൽ സീഡ് എന്ന് പറയുമ്പോൾ അവിടെ സീഡ് എന്ത് ചെയ്യും, വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് അത് സ്വെൽ ചെയ്യും അല്ലേ. സോ സ്വെൽ ചെയ്തിട്ട് എന്ത് ചെയ്യും, റപ്ചർ ആവും, അതായത് അതിൻ്റെ സീഡ് കോട്ട് പൊട്ടും. സീഡ് കോട്ട് അതിവിടെ ബ്രേക്ക് ആയി കഴിഞ്ഞിട്ടാണ് അതിൽ നിന്ന് എന്ത് ഡെവലപ്പ് ആവുന്നത്, പ്ലൂമ്യൂൾ ആൻഡ് റാഡിക്കിൾ ഡെവലപ്പ് ആവുന്നതെന്ന് നമുക്ക് പറയാം അല്ലേ. സോ അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. So radicle emerges from the seed and grow downwards in the soil. സോയിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് എന്താണ്, റാഡിക്കിൾ ആണ്. സോ സോയിലേക്ക് നോർമലി ആഴ്ന്നിറങ്ങുന്നത് എന്താണ്, റൂട്ടാണ് അല്ലേ. ദെൻ
it develop into primary root and which anchor the seedling and absorb water and minerals from the soil. നമുക്ക് പ്ലാന്റ്സിന് വേണ്ട മിനറൽസും അതുപോലെ തന്നെ വാട്ടറും എല്ലാം ഈ സോയിലിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നത് ആരാ? നമ്മുടെ റൂട്ടാണ് അല്ലേ. സോ ഈ റൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് സീഡിൻ്റെ ഏത് ഭാഗമാണ്? റാഡിക്കൽ ആണെന്ന് മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് വൺ പ്ലൂമ്യൂൾ ആണ്. പ്ലൂമ്യൂൾ എന്ന് പറയുന്നത് എംബ്രിയോണിക് ഷൂട്ടാണ്. അത് ഗ്രോ അപ്വേർഡ് ഓഫ് ദി സോയിൽ. സോയിലിന് മുകളിലേക്കാണ് അത് വളരുന്നത്. സോ സോയിലിന് മുകളിലേക്ക് വളരുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? പ്ലൂമ്യൂൾ ആണ് എന്തായി മാറുന്നത്? സ്റ്റെം ആയി മാറുന്നത് അല്ലേ. സോ ഈ ഡെവലപ്പ് ഇൻ ടു സ്റ്റെം ആൻഡ് ലീവ്സ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ഫോട്ടോസിന്തസിസ് ആൻഡ് ന്യൂട്രിയൻ ട്രാൻസ്പോർട്ട്. ഫോട്ടോസിന്തസിസിനും ന്യൂട്രിയൻ ട്രാൻസ്പോർട്ടിനും അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. കാരണം നമുക്ക് എത്രത്തോളം ഫുഡ് ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെ പ്ലാന്റ്സിനും എന്താണ്? ഫുഡ് ഇമ്പോർട്ടൻ്റ് ആണല്ലേ. സോ പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ്. സോ ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ അതിൻ്റെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് സൺലൈറ്റ് വേണം, അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡയോക്സൈഡ് ഇത് അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് വൺ കംപ്ലീറ്റ് ദ മിസ്സിംഗ് പാർട്ട് ഇൻ ദ ഫോളോയിങ് ടേബിൾ. സോ നമുക്കിവിടെ ടേബിൾ തന്നിട്ടുണ്ട്, അതിൽ മിസ്സിംഗ് പാർട്ട് നമുക്ക് ഫിൽ ആക്കണം അല്ലേ. സോ ഇവിടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അതിൻ്റെ മേജർ യൂസ് എങ്ങനെയാണ് ആ ടേബിൾ കൊടുത്തിരിക്കുന്നത്? അതിൽ ഇൻസാറ്റ് INSAT എന്ന് പറയുന്നൊരു സാറ്റലൈറ്റ് തന്നിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ യൂസ് അവിടെ കൊടുത്തിട്ടില്ല. സോ നമുക്കത് എഴുതണം. നമുക്ക് ആ ഒരു ഇൻസാറ്റിൻ്റെ യൂസ് അവിടെ മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് B എന്തോ ആണ്, പക്ഷെ അതിൻ്റെ യൂസ് അവിടെ കൊടുത്തിരിക്കുന്നത് എന്താ? ആസ്ട്രോണമിക്കൽ സ്റ്റഡീസ് ആണ്. GSAT-7 അതിൻ്റെ മേജർ യൂസ് നമുക്കറിയില്ല. സോ അതിൻ്റെ ആ മേജർ യൂസസ് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ ശ്രീവിദ്യ മിസ് ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. സോ നമുക്ക് ശ്രീവിദ്യ മിസ്സിനെ വിളിക്കാം അല്ലേ. സോ മിസ്സേ ഒന്ന് പറഞ്ഞു തന്നെ ഇൻസാറ്റിൻ്റെ യൂസ് അതുപോലെ തന്നെ GSAT-7 യൂസ് ഒക്കെ നല്ല രീതിയിൽ നമ്മുടെ ശ്രീവിദ്യ മിസ് പറഞ്ഞു തരാം. ഓക്കെ, അപ്പം മിസ്സിംഗ് പാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പല ആവശ്യങ്ങൾക്കായിട്ടാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് അല്ലേ. ചിലത് എഡ്യൂക്കേഷണൽ, ടെലികമ്മ്യൂണിക്കേഷൻ, ഡിഫൻസ്, അങ്ങനെ പല പർപ്പസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇൻസാറ്റ് എന്തിനാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അതൊന്ന് ഫസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ കേട്ടോ. ഇൻസാറ്റ് യൂസ് ചെയ്യുന്നത് സാധാരണ നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് അല്ലേ. നമ്മൾ പലതരം കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അല്ലേ. നമുക്ക് അതിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത് ഇൻസാറ്റ് ആണ്. അതുപോലെ തന്നെ ആസ്ട്രോസാറ്റ്. ഓക്കെ, ആസ്ട്രോസാറ്റിൻ്റെ പേരിൽ തന്നെ ഉണ്ട് കേട്ടോ, അവർക്ക് അങ്ങനെ പഠിച്ചു വയ്ക്കാം. ആസ്ട്രോണമിക്കൽ സ്റ്റഡിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ GSAT നമ്മൾ ഡിഫൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി ക്വസ്റ്റ്യൻസും ഉണ്ട്. റൈറ്റ് ദി നെയിം ഓഫ് ഇന്ത്യൻ സിസ്റ്റം സിമിലർ ടു GPS. ഏതാ മിസ്സേ? അത് നമുക്ക് നോക്കാം അല്ലേ. GPS-ന് സിമിലർ ആയിട്ടുള്ള സിസ്റ്റം ഏതാണത്? ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ആണ്, IRNSS. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റോക്കറ്റ് ലോഞ്ചസ് ആർ ക്യാരിഡ് ഔട്ട് ഫ്രം സ്പെസിഫിക് സെന്റേഴ്സ്. ഈ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നതിന് സ്പെസിഫിക് സെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സെന്റേഴ്സിനെ കുറിച്ചിട്ടുള്ള ക്ലൂസ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഇവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ടാവും അല്ലെ. സ്പേസ് അതായത് ലോഞ്ചിങ് സ്റ്റേഷൻ അല്ലാതെ ഒരു സ്പേസ് ഏജൻസി ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കണ്ടുമുട്ടി പറയും ISRO അല്ലെ. അതൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. സോ ഏതാണത്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ദാറ്റ് ഈസ് SDSC. ഓക്കെ, അപ്പോൾ അതിന്റെ ക്ലൂസിലേക്ക് ഒന്നും കൂടി ഒന്ന് പോവാം. എങ്ങനെ വന്നാലും നിങ്ങൾക്കത് എഴുതാൻ പറ്റണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ക്ലൂസ് തന്നിരിക്കുന്നത്? ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശിലാണ് അതുള്ളത്. അതുപോലെ തന്നെ അതിന്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് 1971 കേട്ടോ. ഓക്കെ, ശരി. ഓക്കെ മിസ്, ബൈ. സോ അടുത്ത കുറേ സ്ലൈഡുകളിലൊക്കെ മിസ് ഇതുപോലെ നമുക്ക് ഇൻട്രാക്റ്റീവായിട്ട് ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്യാം. എക്സാമിൻ്റെ ഇമേജ് ഓഫ് കോൺസ്റ്റലേഷൻസ് ഗിവൻ ബിലോ. സോ നമുക്കിവിടെ കുറച്ച് കോൺസ്റ്റലേഷൻസിൻ്റെ ഇമേജ് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് സെക്കൻഡ് ടേമിൽ ചോദിച്ചിട്ടുണ്ട്. സോ നമുക്കിത് ഈ ഒരു എക്സാമിനും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒന്നാണ്. സോ ഇമേജ് 1 ആൻഡ് ഇമേജ് 2 ക്ലോസ്ലി നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചേ. ഐഡൻറ്റിഫൈ ദ നെയിം ഓഫ് കോൺസ്റ്റലേഷൻ ഇൻ ദ ഇമേജ്. ഈ ഇമേജിൽ തന്നിരിക്കുന്ന കോൺസ്റ്റലേഷൻ്റെ നെയിം എന്താണ്? നമുക്ക് പറയാം അല്ലേ, ഹണ്ടർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റലേഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന് ഒറിയോൺ എന്നും പറയുന്നുണ്ട്. അതുപോലെ ഇമേജ് 2 ആണ് സപ്തഋഷീസ് അല്ലെങ്കിൽ ബിഗ് ഡിപ്പേഴ്സ് എന്നാണ് നമ്മളതിനെ പറയാറ്. പിന്നെ ഈ ഇമേജ് 1 നോർമലി കാണപ്പെടുന്ന മന്ത് ഏതാണ്? ഏത് മന്തിലാണ്? ഡിസംബർ മന്തിലാണ് നോർമലി ഇത് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഹൗ മെനി സ്റ്റാർസ് ക്യാൻ ബി ക്ലിയർലി സീൻ ഇൻ ഇമേജ് 2. ഇമേജ് 2-നെ സപ്ത ഋഷീസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങളത് 7-ആയിട്ടൊന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പറയാം അതിൽ 7 സ്റ്റാർസ് ആണുള്ളതെന്ന് അല്ലേ. റൈറ്റ് ദ നെയിം ഓഫ് സോഫ്റ്റ്വെയർ ദാറ്റ് ഹെൽപ്പ് വിത്ത് സ്കൈ വാച്ചിങ്. സ്കൈ വാച്ചിങ്ങിന് നമ്മളെ ഹെൽപ്പ് ആക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? നമുക്ക് പറഞ്ഞാലോ, സ്റ്റെലേറിയം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് നമുക്ക് സ്കൈ വാച്ചിങ്. സ്കൈനെ നമുക്ക് വാച്ച് ചെയ്യാനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനൊക്കെ
ഒരുപാട് ഉപയോഗപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത് ഈ ഒരു സ്റ്റെല്ലേറിയം എന്ന് പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. നമ്മുടെ ശ്രീവിദ്യ മിസ് പറഞ്ഞ പോലെ ISRO അല്ലേ, നമുക്ക് എല്ലാവർക്കും കേട്ടിട്ടുള്ള ഒന്നാവാം. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ നമുക്ക് കുറച്ചധികം മിഷൻസ് തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ടേബിൾ അപ്രോപ്രിയേറ്റ്ലി. നമുക്കിവിടെ തന്നിരിക്കുന്ന ഈ ഒരു ടേബിൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്രോപ്രിയേറ്റ്ലി ഫില്ല് ചെയ്യണം. സോ നമുക്കിവിടെ മാസ് എക്സ്പെഡിഷൻ അത് ഏതാണ് വരുന്നത്, മംഗൾയാനാണ് കേട്ടോ, മംഗൾയാനാണ്. ആദിത്യ L1 വരുന്നത് അതിൽ B പോർഷൻ പെൻഡിങ് ആയിരുന്നു, അത് നമുക്ക് അറിയില്ലായിരുന്നു. സോ അതെന്താണ് വരുന്നത്, സോളാർ എക്സ്പെഡിഷൻസ് ആണ്. സോളാർ എക്സ്പെഡിഷൻസ് ഏതാ, ആദിത്യ L1 എന്ന് പറയുന്ന മിഷനാണ്. അതേസമയം സ്പേസ് എക്സ്പെഡിഷൻസ് വരുന്ന ഏതാണ്, ഗഗൻയാനാണ്. മാസ് എക്സ്പെഡിഷൻ വരുന്നത് മംഗൾയാനാണ് കേട്ടോ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട മെയിൻ പോയിന്റ്സ് ആണ്. നെക്സ്റ്റ് വൺ, സുനിത വില്യംസ് അല്ലേ. സുനിത വില്യംസ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു സ്പേസ് സയൻറ്റിസ്റ്റ് ആണ്. സോ അമേരിക്കൻ അസ്ട്രോണോട്ട് ആയിട്ടുള്ള സുനിത വില്യംസിന് നമുക്ക് ഒരുപാട് സ്പേസ് എക്സ്പ്ലോറേഷൻ്റെ കാര്യങ്ങളെല്ലാം ആ ഒരു വനിതയുടെ അച്ചീവ്മെൻറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് ഈസ് എ ലബോറട്ടറി സെറ്റപ്പ് ഇൻ സ്പേസ്. സ്പേസിലും നമുക്കൊരു ലബോറട്ടറി സെറ്റപ്പ് ഒക്കെ ഉണ്ട്. സോ അതിന് എന്താണ് പറയുന്നത്, എന്താണ് സ്പേസ് സ്റ്റേഷൻ. ഓക്കെ, സ്പേസ് സ്റ്റേഷൻ എന്നാണ് നമ്മൾ സ്പേസിലുള്ള ലബോറട്ടറി സെറ്റപ്പിന് നമ്മൾ പറയുന്ന പേരാണ് സ്പേസ് സ്റ്റേഷൻ. അതുപോലെ തന്നെ ഈ ഒരു സ്പേസിൽ പോകുന്ന ആളുകൾ ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ എന്തൊക്കെയാണ് അവർ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, അതുപോലെ തന്നെ റൈറ്റ് എനി 4 സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് നീഡഡ് ടു ഓവർകം സച്ച് പ്രോബ്ലംസ്. ആ പ്രോബ്ലംസ് ഓവർകം ചെയ്യാനായിട്ട് എന്തെങ്കിലും നമുക്ക് സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാമെങ്കിൽ അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. സോ നമുക്കൊന്ന് നോക്കിയാലോ. അതിൽ ഫസ്റ്റ് വൺ, അതായത് എന്തൊക്കെയായിരിക്കും അവരവിടെ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലംസ്. അവർക്ക് അവിടെ എയർ ഉണ്ടാവില്ല, വെയിറ്റ് ഫെൽറ്റ് ചെയ്യില്ല, അവർ ഫ്ലോട്ട് ചെയ്യുമായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ സ്പേസുമായിട്ട് റിലേറ്റ് ചെയ്ത മൂവീസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, അവിടെ എയർ ഇല്ലാത്തതുകൊണ്ടാണ് അവരിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് നമ്മുടെ ഇവിടുത്തെ പോലെ വാട്ടർ ഉണ്ടാവില്ല, പിന്നെ ബ്രീത്ത് ചെയ്യാനുള്ള ട്രബിൾ ഉണ്ടാവും. നമുക്ക് നല്ല രീതിയിലൊക്കെ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ, പക്ഷേ സ്പേസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ ബ്രീത്ത് ചെയ്യുന്ന പോലെ നമുക്ക് അവിടെ ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഒരു മീഡിയം ഉണ്ടാവില്ല. അതെല്ലാം അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. അത്ര ഈസി ആയിട്ടൊന്നും നമുക്ക് സ്പേസിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് വൺ, ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ് അവർ സ്പേസ് സ്യൂട്ട്സ് ധരിക്കുന്നത്. നമ്മൾ നോർമലി വെയർ ചെയ്യുന്ന ഡ്രസ്സ് പോലെയുള്ള ഡ്രസ്സാണോ സ്പേസിൽ പോകുന്ന ആളുകൾ ധരിക്കുന്നത്? അല്ല അല്ലേ, അവർക്കൊരു സ്പെഷ്യൽ കോസ്റ്റ്യൂം ഉണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പേസ് സ്യൂട്ട്സ്. ഓക്കെ, സോ സ്പെഷ്യൽ ഡിവൈസസ് ആർ യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ. സ്പെഷ്യൽ ഡിവൈസസ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ഫുഡ് ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റ് ഡിവൈസസ് ഉണ്ട് അവിടെ. അതുപോലെ തന്നെ എമർജൻസി ഇക്വിപ്മെൻറ്റ്സ് ഉണ്ടാവും. സോ ഇതൊക്കെയാണ് അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് question, how many planets in the solar system? നമുക്ക് എല്ലാവർക്കും അറിയാം സോളാർ സിസ്റ്റം അല്ലേ, നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള സോളാർ സിസ്റ്റമാണിത്. അപ്പോൾ ഈ സോളാർ സിസ്റ്റത്തിൽ എത്ര പ്ലാനറ്റ്സ് ഉണ്ടാവും? 8 പ്ലാനറ്റ്സ് ആണ് സോളാർ സിസ്റ്റത്തിലുള്ളത്. ഇനി റൈറ്റ് ഡൗൺ ദ നെയിം ഓഫ് പ്ലാനറ്റ്സ് ഇൻ ദ സോളാർ സിസ്റ്റം. എത്ര പ്ലാനറ്റ്സ് ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, അതിൻ്റെ പേരുകൾ കൂടി നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജുപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. അത് ആ ഒരു ഓർഡറിൽ അങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് കിട്ടും. Okay, the next question വരുന്നത്, between the orbit of which planet do the earth orbit lie? Earth orbit, yeah. Okay, miss. Okay. അപ്പോൾ പ്ലാനറ്റ്സ് പറഞ്ഞായിരുന്നോ, ഹൗ മെനി പ്ലാനറ്റ്സ് ആർ ദേർ ഇൻ ദ സോളാർ സിസ്റ്റം? അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു മിസ്, 8 പ്ലാനറ്റ്സ് പറഞ്ഞിട്ടില്ല. 9 അല്ലേ? അപ്പോൾ നമുക്കൊരു പ്ലാനറ്റ് എന്താണ്, പ്ലാനറ്റ്സിന്റെ ഒരു ക്രൈറ്റീരിയയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. പ്ലൂട്ടോ ആയിരുന്നു അത്. അപ്പോൾ 8 പ്ലാനറ്റ്സ് ആണ് നമുക്കിപ്പോൾ ഉള്ളത്. സോ അതിൻ്റെ എല്ലാം പേര് എഴുതുക. ഓക്കെ, പിക്ചറിൽ ഇവിടെ കാണാമല്ലോ, ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പിക്ചർ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് മാത്രം പഠിച്ചു വെക്കാതെ ജസ്റ്റ് നമ്മുടെ എർത്തിന്റെ നെയ്ബേഴ്സ് ആരൊക്കെയാണെന്നൊക്കെ ഉള്ളതൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, വീനസും മാസും ആണ് നമ്മുടെ എർത്തിന്റെ നിയറസ്റ്റ് നെയ്ബേഴ്സ് എന്ന് പറയുന്നത്. സണ്ണിന്റെ ക്ലോസ് നിൽക്കുന്നത്, ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഈ ഒരു സെക്ഷനിൽ നിന്ന് വരാം കേട്ടോ, അതുകൊണ്ടാണ് അതൊന്ന് പറഞ്ഞത്. അതെ, ഇനി ബിറ്റ്വീൻ ദ ഓർബിറ്റ്സ് ഓഫ് വിച്ച് പ്ലാനറ്റ്സ് ഡു ദ എർത്ത് ഓർബിറ്റ് ലൈ? ഇതാ ഞാൻ പറഞ്ഞ എർത്തിന്റെ നെയ്ബറിംഗ് പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് വീനസും മാസും ആണ് കേട്ടോ. ഓക്കെ, സോ എർത്ത് ഓർബിറ്റ് എന്തിന്റെ ഇടയിലാണുള്ളത്? വീനസിന്റെയും മാസിന്റെയും ഓർബിറ്റ് പോലെ. ഈ ഒരു പടം പഠിച്ചാൽ തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരുന്നോളൂ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.
ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫില്ലിംഗ് ദ ബ്ലാങ്ക് സെക്ഷൻ ആണ്. സോ അതിൽ നമുക്കൊരു ടാബ്ലാർ കോളം തന്നിട്ടുണ്ട്. ആ കോളത്തിൽ ചില പോർഷൻസ് ഒക്കെ മിസ്സിംഗ് ആണ്. അത് ABC എന്ന് പറയുന്ന ലെറ്റേഴ്സ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ. ഇൻസാറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റ് ആണത്. ദെൻ EDU എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം ഇറ്റ് ഈസ് ഫോർ എഡ്യൂക്കേഷൻ എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ IRNSS, അത് ഓൾറെഡി പറഞ്ഞു, നാവിഗേഷൻസ് അല്ല, നമുക്ക് ലൊക്കേഷൻസ് ഒക്കെ വേണ്ടിയിട്ടാണ്, നാവിഗേഷൻസിന് വേണ്ടിയിട്ടാണ് IRNSS യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ആസ്ട്രോസാറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അത് ആ പേര് വെച്ചിട്ട് തന്നെ നിങ്ങൾ ഓർത്ത് വെക്കുക, ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് റിസർച്ച് അല്ലേ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ GSAT-7 ആൻഡ് EMISAT. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കിയാലോ. GSAT-ഉം EMISAT-യും. സോ അത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഡിഫൻസ് മെക്കാനിസത്തിന് വേണ്ടിയിട്ടാണ്. സോ ഓരോ സാറ്റലൈറ്റ്സും അതിൻ്റെ അതായത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ആക്കുന്നതെന്നും നിങ്ങൾ മെയിനായിട്ട് അവിടെ നോക്കി വെക്കേണ്ട പോർഷനുകളാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ മാച്ച് ദ ഫോളോയിങ് ആണ്. സോ മാച്ച് ദ ഫോളോയിങ്ങിൽ നമുക്ക് A ആൻഡ് B പോലെ 2 കോളം തന്നിട്ടുണ്ട്. അതിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് നമ്മൾ മാച്ച് ചെയ്യുക. എർത്തിൻ്റെ സാറ്റലൈറ്റ് എന്താണ്? മൂണാണ് അല്ലേ. എർത്തിൻ്റെ സാറ്റലൈറ്റ് മൂണാണ്. പിന്നെ വെതർ ഫോർകാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? വെതർ ഫോർകാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. സോ നമുക്ക് എന്ത് ചെയ്യാം? അതിലേക്ക് മാച്ച് ചെയ്യാം. വെതറിൻ്റെ ഫോർകാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്, വെതറിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ചില സമയത്ത് വാർത്തകളിലൊക്കെ പറയാറില്ലേ, ഇന്ന് മഴ പെയ്യാൻ സാധ്യതയില്ല എന്നൊക്കെ. അതൊക്കെ ആക്ച്വലി എന്താണ്? ഇത്തരത്തിലുള്ള സാറ്റലൈറ്റ്സ് വെച്ചിട്ടാണ് അവർക്ക് ആ ഇൻഫോർമേഷൻ കിട്ടുന്നത്. അത് നമുക്ക് ന്യൂസിലൂടെ ലഭ്യമാവുന്നു എന്ന് മാത്രം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ടു ലോഞ്ച് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ. റോക്കറ്റാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് ഓർബിറ്റ് ദ പ്ലാനറ്റ്സിനെ ഓർബിറ്റ് ചെയ്യുന്ന സെലസ്റ്റിയൽ ബോഡീസ് എന്തൊക്കെയാണ് നമുക്കറിയാം അല്ലേ. സാറ്റലൈറ്റ്സ് ആണ് celestial bodies that orbit the planet. And self-glowing എന്ന് വെച്ചാൽ എന്താ? തനിയെ ഗ്ലോ ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉള്ളത്. ഇതിൽ ഏതിനാണ് തനിയെ ഗ്ലോ ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉള്ളത്? നമ്മുടെ സണ്ണിനാണല്ലേ. സോ സണ്ണുമായിട്ട് നിങ്ങളതിനെ മാച്ച് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ ഐഡൻറ്റിഫൈ ദ കോൺസ്റ്റലേഷൻ ഷോൺ ബിലോ. ഈ കോൺസ്റ്റലേഷൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സ്ലൈഡിൽ പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് വൈ ദിസ് കോൺസ്റ്റലേഷൻ നെയിംഡ് സോ. ഈ ആദ്യം തന്നെ നമ്മൾ ഈ കോൺസ്റ്റലേഷൻ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോൺസ്റ്റലേഷന് ഈ ഒരു പേര് കൊടുക്കുന്നത് എന്ന് നോക്കുക. ആൻഡ് വാട്ട് യു മീൻ ബൈ കോൺസ്റ്റലേഷൻ എന്ന് നമുക്ക് ആൻസർ ചെയ്യാനായിട്ടുണ്ട്. സോ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഈ ഒരു കോൺസ്റ്റലേഷൻ്റെ പേരെന്താണ്? ഹണ്ടർ എന്നാണ്. വേറൊരു നെയിം കൂടി നമ്മൾ പറയുന്നത് എന്താണ്? ഒറിയോൺ എന്നാണ് കേട്ടോ. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളിതിനെ ഹണ്ടർ എന്ന് പറയുന്ന ഒരു പേര് കൊണ്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്? കാരണം ഈ സ്റ്റാറുകളെല്ലാം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹണ്ടറിനെ പോലെ അല്ലെങ്കിൽ ഒരു വേട്ടയാടുന്ന ഒരാളെ പോലെ നമുക്ക് തോന്നാം. അതുകൊണ്ടാണ് ഹണ്ടർ എന്ന് പറയുന്ന ആ ഒരു നെയിം അതിന് നൽകാൻ കാരണം. ഓക്കെ, പിന്നെ എന്താണ് കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർ ക്ലസ്റ്റേഴ്സ് ആർ നോൺ ആസ് കോൺസ്റ്റലേഷൻ. അതായത് സ്റ്റാറിൻ്റെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ മാച്ച് ദ ഫോളോയിങ് ആണ്. സോ ഈ ഒരു മാച്ച് ദ ഫോളോയിങ്ങും നമ്മൾ നേരത്തെ പഠിച്ച കൺസെപ്റ്റുകളെ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാച്ച് ചെയ്യാം. അപ്പോൾ ഒറിയോൺ എന്താണ്? നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഷേപ്പ് ഓഫ് ഹണ്ടർ. പിന്നെ ഇന്ത്യയുടെ ഫസ്റ്റ് ലൂണാർ മിഷൻ ഏതാണ് നമുക്കറിയാം. ചന്ദ്രയാൻ 1 ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ലൂണാർ മിഷൻ എന്ന് പറയുന്നത്. ദെൻ സപ്തഋഷീസ് എന്ന് പറഞ്ഞാൽ 7 സ്റ്റാർസ് ജോയിൻ ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. സോ അതേതാണ്? ഷേപ്പ് ഓഫ് ബിഗ് സ്പൂൺ. ഇനി ആര്യഭട്ട ആരാണ്? ആക്ച്വലി ഇന്ത്യൻ അസ്ട്രോണമർ ആണല്ലേ. ആര്യഭട്ട. അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. സോ ഇതാണ് മെയിനായിട്ട് വരുന്ന ആ ഒരു മാച്ച് ദ ഫോളോയിങ് സെക്ഷനിൽ നമ്മൾ മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ടത്. ഓരോ സാറ്റലൈറ്റുകൾ, അതുപോലെ തന്നെ ആ ഓരോ കോൺസ്റ്റലേഷൻസിൻ്റെ പേര്, അതെല്ലാം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് ട്രൂ ഓർ ഫാൾസ് സെക്ഷനാണ്. അപ്പോൾ സ്പുട്നിക് 1 ഈസ് എ നാച്ചുറൽ സാറ്റലൈറ്റ്. സ്പുട്നിക് 1 ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് ആണോ? അല്ല. നാച്ചുറൽ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്കറിയാം അല്ലേ, മൂണാണ് നാച്ചുറൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. സോ സ്പുട്നിക് 1 എന്താണ്? നാച്ചുറൽ സാറ്റലൈറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റേ തെറ്റാണ്. അതൊരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അസ്ട്രോനോട്ട്സ് നീൽ ആംസ്ട്രോങ് ആൻഡ് എഡ്വിൻ. യെസ്. ഓക്കെ മിസ്സേ, കം ഓൺ. ഓക്കെ, അപ്പോൾ
സ്പുട്നിക്കിന്റെ കാര്യം പറഞ്ഞു, ആസ്ട്രോണോട്സിന്റെ കാര്യം പറഞ്ഞായിരുന്നോ? ഇല്ല മിസ്, അത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ. ഓക്കെ. ആസ്ട്രോണോട്സ് നീൽ ആംസ്ട്രോങ് ആൻഡ് എഡ്വിൻ ആൽഡ്രിൻ ഫസ്റ്റ് ലാൻഡഡ് ഓൺ ദി മൂൺ. അത് നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല, ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഇനി മൂൺ ഇസ് ബിഗർ ദാൻ ദി സ്റ്റാർസ്. ആണോ? മൂൺ കമന്റ് സെക്ഷനിൽ നമുക്ക് 2 സെക്കൻഡ് കൊടുക്കാം. കമന്റ് സെക്ഷനിൽ പറയുമെന്നൊന്നും. പ്ലാനറ്റ്സ് ട്വിങ്കിൾ. ഈ ഒരു പോയിന്റിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. പ്ലാനറ്റ്സ്, സ്റ്റാർസ് ട്വിങ്കിൾ ചെയ്യുന്നതൊക്കെ നമുക്ക് പണ്ടേ തൊട്ട് അറിയാം അല്ലെ. പ്ലാനറ്റ്സ് ട്വിങ്കിൾ ചെയ്യുമോ? പ്ലാനറ്റ്സ് ട്വിങ്കിൾ ചെയ്യത്തില്ല കേട്ടോ. അങ്ങനെയാണ് സ്റ്റാറും പ്ലാനറ്റ്സും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ലൈക്ക് സ്റ്റാർ വാച്ചിങ് അല്ലെങ്കിൽ നൈറ്റ് സ്കൈ ഗേസിംഗ് ഒക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ആപ്പുകളുടെ പേര് പറഞ്ഞില്ലേ മിസ്, സ്റ്റാർ വാച്ച് ചെയ്യാനായിട്ട്, ലൈക്ക് സ്കൈ വാച്ച് ചെയ്യാനായിട്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് കോൺസ്റ്റലേഷൻസ് ഒക്കെ തന്നെ വാച്ച് ചെയ്യാം. അതോടൊപ്പം ഇപ്പൊ നിങ്ങൾ സ്റ്റാർ ഇപ്പൊ ഈ ഇടയായിട്ട് ഇപ്പൊ ഞാനും കാണാറുണ്ട്, നമുക്ക് പ്ലാനറ്റ്സ് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡേയ്സിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന വീനസ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ 2 സെക്കൻഡ് അതിലേക്ക് ശ്രദ്ധിച്ച് നോക്കുക. അത് ട്വിങ്കിൾ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റാർ ആയിരിക്കും, ആൻഡ് ട്വിങ്കിൾ ചെയ്യാത്തതാണെങ്കിൽ ഇപ്പൊ നമുക്ക് യൂഷ്വലി വിസിബിൾ ആവുന്ന പ്ലാനറ്റ് എന്ന് പറയുന്നത് വീനസ് ആയിരിക്കും. അതായിരിക്കും ബ്രൈറ്റസ്റ്റ്, നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത് വീനസിൽ നിന്നുള്ള ആ ഒരു ലൈറ്റ് ആയിരിക്കും കേട്ടോ. അപ്പം എന്തോർത്ത് വെക്കുക, പ്ലാനറ്റ്സ് ട്വിങ്കിൾ ചെയ്യുന്നില്ല. ഓക്കെ. അതെ. ഇനി ഗഗൻയാൻ ഇസ് ഇന്ത്യാസ് മിഷൻ ടു സ്റ്റഡി അബൌട്ട് മാർസ്. ഗഗൻയാൻ പേരുകൾ വെച്ച് ഓർക്കുക. നേരത്തെ കുറച്ച് പേരുകൾ പറഞ്ഞായിരുന്നല്ലേ, ചന്ദ്രയാൻ മൂണിനെ കുറിച്ചുള്ളത്. അപ്പൊ ഗഗൻയാൻ ഏതിനെ കുറിച്ചിട്ടുള്ളതായിരിക്കും? ഗഗൻയാൻ എന്ന് പറയുന്നത് അത് ഹ്യൂമൻസിനെ സ്പേസിലേക്ക്, നമുക്ക് ഒത്തിരി പേർക്ക് എന്താണ് സ്പേസിലേക്ക് യാത്ര ചെയ്യാൻ ഏതായിരിക്കും താല്പര്യമുള്ളവരായിരിക്കും അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഭാവിയിലുള്ളൊരു മെഷീനാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ നമ്മൾ പറയാനുണ്ടല്ലോ, മൂണിന്റെ കാര്യം നോക്കട്ടെ. മെസ്സേജസ് എന്തെങ്കിലും വന്നോ നോക്കട്ടെ. മൂൺ ഈസ് ബിഗർ ദാൻ സ്റ്റാർ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് അല്ല മിസ്. അത് ഫോൾസ് ആണോ ട്രൂ ആണോ എന്ന് മക്കളൊന്ന് കമന്റ് ചെയ്തേ. തെറ്റണമെങ്കിൽ തെറ്റിക്കോട്ടെ, നോ ഇഷ്യൂസ്. ജസ്റ്റ് കമന്റ് ചെയ്യുക, ട്രൂ ആണോ ഫോൾസ് ആണോ. അപ്പൊ നമുക്ക് ആൻസർ അങ്ങ് പറയാം അല്ലേ. ഓക്കെ. അപ്പൊ ആൻസർ എന്താ നമുക്കറിയാം. ദ മൂൺ ഇസ് നോട്ട് ബിഗർ ദാൻ സ്റ്റാർസ്. സ്റ്റാർസ് ആണ് ബിഗർ. ജസ്റ്റ് അതൊരു സാറ്റലൈറ്റ് ആണ്, നമ്മുടെ പ്ലാനറ്റ്സിൽ റിവോൾവ് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റ് ആണ് മൂൺ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ. അപ്പൊ എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? അപ്പൊ ബാക്കി ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ മിസ്, താങ്ക് യു. The next activity ആണ്, അത് നമ്മുടെ പ്ലാന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ആക്ടിവിറ്റി ആണ്. സോ ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ ഡിഫറൻസ് ഇൻ റൂട്ട്, ലീഫ് ആൻഡ് സ്റ്റെം ആൻഡ് നമ്പർ ഓഫ് കോട്ടിലിഡൺ ഇൻ ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2. സോ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം നിങ്ങൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ്, അതായത് റൂട്ടിൽ, സ്റ്റെമ്മിൽ, ലീഫിൽ, ഇതിലെല്ലാം എങ്ങനെ അവർ ഡിഫറെൻ്റ് ആയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ. സോ ദ ആൻസർ ഈസ്, ഫസ്റ്റ് ഗ്രൂപ്പ് നിങ്ങൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അത് ഫൈബറസ് റൂട്ടാണ്. സെക്കൻഡ് വൺ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനത്തെ റൂട്ടാണ്? ആക്ച്വലി ടാപ്പ് റൂട്ടാണ് അല്ലേ. ടാപ്പ് റൂട്ട് സിസ്റ്റമാണ് അവരിൽ വന്നിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ പറയുകയാണെങ്കിൽ സ്റ്റെം എങ്ങനെയാണ്? ഇവിടെ അൺബ്രാഞ്ചഡ് ആണ് അല്ലേ. ഇവിടെ അങ്ങനെ ബ്രാഞ്ചസ് ഒന്നും വന്നിട്ടില്ല സ്റ്റെമ്മിൽ. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഒരുപാട് ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് അല്ലേ. സോ ഇറ്റ് ഈസ് ബ്രാഞ്ച്. ഇൻ നെക്സ്റ്റ് വൺ ലീഫ് ആണെങ്കിലോ, ലീഫിൽ പാരലൽ വിനീഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കേസിലോ ഗ്രൂപ്പ് 2ൽ വന്നിരിക്കുന്നത് റെറ്റിക്കുലേറ്റ് വിനീഷൻ ആണ്. ദെൻ നെക്സ്റ്റ് വൺ നമ്പർ ഓഫ് കോട്ടിലിഡൺസ്. കോട്ടിലിഡൺസ് എത്രണ്ണം ഉണ്ട്? ഗ്രൂപ്പ് 1ലാണെങ്കിൽ 1 കോട്ടിലിഡണും ഗ്രൂപ്പ് 2ലാണെങ്കിൽ 2 കോട്ടിലിഡൺസും ആണ് ഉള്ളത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ complete the table given below. So here നമുക്കവിടെ മെത്തേഡ് ഓഫ് സീഡ് ഡിസ്പേഴ്സൽ, ഈ സീഡ് എങ്ങനെയാണ് ഡിസ്പേഴ്സ് ചെയ്യുന്നതെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അഡാപ്റ്റേഷൻ ഓഫ് ദ സീഡ്, ആ സീഡ് എങ്ങനെ അഡാപ്റ്റബിൾ ആവുന്നു എന്നുള്ളതും തന്നിട്ടുണ്ട്. സോ ഇതിൽ ചില പോർഷൻസ് മിസ്സിംഗ് ആണ് അല്ലേ. ലെറ്റർ എ, ലെറ്റർ ബി, ലെറ്റർ സി ആൻഡ് ലെറ്റർ ഡി മിസ്സിംഗ് ആണ്. സോ ഇതാണ് നമുക്ക് ഫില്ലാക്കാനുള്ളത്. സോ നമുക്കൊന്ന് നോക്കിയാലോ. ഫ്ലഷി പാർട്ട് that help it cling to other things. സോ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ആക്കുന്ന ഫ്ലഷി പാർട്ട്, അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അഡാപ്റ്റേഷനുള്ള സീഡ് എന്നാണെങ്കിൽ അവർക്ക് എന്ത് തരത്തിലുള്ള മെത്തേഡ് ഓഫ് സീഡ് ഡിസ്പോസൽ ആയിരിക്കും? ത്രൂ അനിമൽസ് ആൻഡ് ബേർഡ്സ്. അതായത് അനിമൽസിലൂടെയും ബേർഡ്സിലൂടെയും ആയിരിക്കും അവർ ആ സീഡിനെ ഡിസ്പോസ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ അഡാപ്റ്റേഷൻ എന്താണ്? സീഡിൻ്റെ വെയിറ്റ് വളരെ കുറവാണ്. അതുപോലെ തന്നെ അവർക്ക് ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതുപോലെ ഫ്ലൈ ചെയ്യാനും ക്യാപ്പബിൾ ആയിട്ടുള്ള ഒന്നാണെന്നുണ്ടെങ്കിൽ ആ സീഡിൻ്റെ ഡിസ്പേർഷൻ ടെക്നിക്ക് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അവർ എയറിൽ കൂടിയായിരിക്കും അല്ലേ ഡിസ്പേഴ്സ് ചെയ്യുന്നത്. അതായത് കാറ്റ് വീശുമ്പോഴൊക്കെ ആ ഒരു സീഡ്സിനെ ഡിസ്പേഴ്സ് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനെ ഒരു അഡാപ്റ്റേഷനാണ് അതിനുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ത്രൂ വാട്ടർ. വാട്ടറിലൂടെയാണ് നമുക്ക് സീഡിനെ ഡിസ്പേഴ്സ് ചെയ്യേണ്ടതെങ്കിൽ അഡാപ്റ്റേഷൻ ഓഫ് സീഡ് എങ്ങനെയായിരിക്കും എന്നുള്ളത് പറയാനായിട്ട് നമ്മുടെ വിദ്യാമിസ് ഇവിടെ റെഡിയാണ്. സോ നമുക്ക് വിദ്യാമിസിനെ വെൽക്കം ചെയ്യാം. സോ നമുക്ക് വിദ്യാമിസ് വന്നോളൂ മിസ്. ഓക്കെ. ഓക്കെ. സോ അപ്പോൾ ഏത് ക്വസ്റ്റ്യനിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്? ത്രൂ വാട്ടർ.
ത്രൂ വാട്ടറിൽ എങ്ങനെയാണ് വെള്ളത്തിലൂടെയുള്ള സീഡ് ഡിസ്പേഴ്സൽ അല്ലേ? അതെ. അപ്പൊ അഡാപ്റ്റേഷൻ, സീഡിന്റെ അഡാപ്റ്റേഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ അപ്പൊ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയായിരിക്കണം? തീർച്ചയായിട്ടും വെള്ളത്തിലൂടെ ഒഴുകി പോകാൻ പറ്റുന്നതായിരിക്കണം. എന്നാൽ മാത്രമേ അതിന് പോകാൻ പറ്റുള്ളൂ. അതെ, അത് മാത്രമല്ല അവർക്ക് പ്രൊട്ടക്റ്റീവ് കവർ വേണം. നനഞ്ഞത് നശിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് കവർ വേണം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതായിരുന്നു? When the fruit ripen, outer shell split open and the seeds are scattered outside. So അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും മെത്തേഡ് ഓഫ് ഏത് തരം സീഡ് ഡിസ്പേഴ്സൽ ആയിരിക്കും എന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലേ? അതായത് പൊട്ടി പോകുന്ന തരം സീഡുകളാണെങ്കിൽ. ഓക്കെ, അപ്പൊ ഞാൻ ബാക്കി ക്വസ്റ്റ്യൻസ് എടുക്കട്ടെ. ഓക്കെ മിസ്. ഓക്കെ, ശരി, താങ്ക് യു മിസ്. അപ്പൊ മിസ്സിന്റെ ക്ലാസ് എല്ലാം നല്ലോണം എൻജോയ് ചെയ്തല്ലോ അല്ലേ? ഇനി കുറച്ച് സൈഡും കൂടെ ഉള്ളൂ, ഇതിലും എനർജറ്റിക് ആയിട്ട് ക്ലാസ് എടുക്കുക. ഓക്കെ ഓക്കെ. ഇനി എന്താണ് ഏതെങ്കിലും രണ്ട് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിന്റെ നെയിം എന്ന് പറയുന്നത്? ഓക്കെ, എന്തൊക്കെയാണ്? ഇൻസാറ്റും എഡ്യൂസാറ്റുമാണ് ആ ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിന്റെ പേര് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിരുന്നല്ലോ? ഓഡിബിൾ ആയിരുന്നോ? കേൾക്കായിരുന്നോ നിങ്ങൾക്ക്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. വാട്ട് യു മീൻ ബൈ സാറ്റലൈറ്റ്സ്? വീണ്ടും ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സും വ്യത്യാസമുണ്ട്. ഹ്യൂമൻ മെയ്ഡ്, നമ്മൾ ലോഞ്ച് ചെയ്യുന്നതാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. നമ്മുടെ മൂൺ, നമ്മുടെ ചന്ദ്രൻ, നമ്മുടെ സ്വന്തം ചന്ദ്രൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്വന്തം സാറ്റലൈറ്റ് ആണല്ലേ? ഓക്കെ, വിച്ച് ഇസ് നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് എർത്ത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ? നമ്മുടെ മൂൺ, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് മൂൺ? അപ്പോൾ നമുക്ക് നോക്കാം. സാറ്റലൈറ്റ്സ് ആർ ദി സെലസ്റ്റിയൽ ബോഡീസ് ദറ്റ് റിവോൾവ് അറൗണ്ട് ദി എർത്ത്. എർത്തിനെ ചുറ്റും റിവോൾവ് ചെയ്യുന്നവരാണ് സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. മൂൺ എന്താണ്? മൂണാണ് നമ്മുടെ നാച്ചുറൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് മൂണിൻ്റെ പ്രോപ്പർട്ടി? പണ്ട് പോയംസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ചന്ദ്രനെ കുറിച്ചുള്ള കുറേ പാട്ടുകൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അതിനകത്ത് നമുക്ക് എന്തറിയാം? സ്പെറിക്കൽ ഷേപ്പാണ് അല്ലേ? മൂണിന് സ്പെറിക്കൽ ഷേപ്പാണ്, നോൺ ലൂമിനസ് ആണ്. നമ്മളെ നിലാവത്ത് നടക്കാനൊക്കെ നല്ല രസമെന്ന് പറഞ്ഞ് നിലാവത്ത് ഇറങ്ങി നടക്കുന്നവരുണ്ടാവുക അല്ലേ? ചിലപ്പോൾ കേട്ടോ, ചില മൂവീസെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അവിടെ നിലാവെന്ന് പറയുന്നത്, ഓക്കെ, നിലാവെളിച്ചം, മൂൺ ലൈറ്റ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് നമ്മുടെ മൂൺ സ്വന്തമായിട്ട് അവിടെ ലൈറ്റ് ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ലല്ലേ? സൺലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യാണ് നമ്മുടെ മൂണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ റിവോൾവ് അറൗണ്ട് ദി എർത്ത്, അത് ഉറപ്പായിട്ടും മൂണിൻ്റെ എന്താണ് പ്രത്യേകിച്ച് പറയേണ്ടാത്ത പ്രോപ്പർട്ടിയാണ്. എന്ത് ചെയ്യുന്നു? സണ്ണെന്ന് എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ സ്വന്തം ആക്സിസിലും അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്ലിയർ ആണല്ലോ? അടുത്തത്, വാട്ട് യു നോ അബൌട്ട് ദ ഷേപ്പ് ഓഫ് വാട്ടർ? വെള്ളത്തിൻ്റെ ഷേപ്പ് എന്താണ് മക്കളെ? എന്താ വെള്ളത്തിൻ്റെ ഷേപ്പ്? എന്ത് ഷേപ്പും അത് സ്വീകരിക്കും അല്ലേ? ഇനി നെയിം ദ യൂണിവേഴ്സൽ സോൾവെന്റ്. യൂണിവേഴ്സൽ സോൾവെന്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഇനി വിച്ച് ഇസ് ദ മെയിൻ വാട്ടർ ബോഡി ഓൺ എർത്ത്? വാട്ട് ആർ ദ മെയിൻ കോമ്പണൻസ് ഓഫ് എ സൊല്യൂഷൻ? ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ കോമ്പണൻസ് എന്തൊക്കെയായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വാട്ടറിന് ഷേപ്പില്ല. ഏത് ഷേപ്പാണോ കണ്ടെയ്നർ ആ ഷേപ്പിലായിരിക്കും വാട്ടർ ഉണ്ടാവുക. ഓക്കെ, അടുത്തത് യൂണിവേഴ്സൽ സോൾവെന്റ് എന്താണ്? വാട്ടർ ആണ്. ഓക്കെ, അടുത്തത് ഗേഷ്യസ് സ്റ്റേറ്റ്. വെള്ളം ചൂടാക്കിയ എന്ത് സ്റ്റേറ്റിലേക്ക് മാറുകടാ? നിങ്ങൾ വെള്ളം തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? ആവിയായി പോകും അല്ലേ? വാട്ടർ വേപ്പർ. ഇനി അടുത്തത് മെയിൻ വാട്ടർ ബോഡി. നമ്മൾ എന്താണ് നമ്മുടെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇടവേളകളൊക്കെ ആനന്ദകരമാക്കാൻ പോകുന്ന ബീച്ചുകൾ അല്ലേ? അവിടെ എന്താണ്? സോൾട്ട് വാട്ടർ ആണ് അല്ലേ? അപ്പം അത് തന്നെയാണ് സോൾട്ട് ബീച്ച് എന്ന് ഉദ്ദേശിച്ചത്. സീനെ കുറിച്ച് പറയാനാട്ടോ. സീ ആണ് നമ്മുടെ ഏറ്റവും എന്തെന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള വാട്ടർ ബോഡി ഓൺ എർത്ത്. ഇനി വാട്ട് ആർ ദ മെയിൻ കോമ്പണൻസ് ഓഫ് എ സൊല്യൂഷൻ? സൊല്യൂഷൻ്റെ മെയിൻ കോമ്പണൻസ് എന്തൊക്കെയാണ്? സൊല്യൂട്ട് ആൻഡ് ദി സോൾവെന്റ്. ഓക്കെ, സിമ്പിൾ ആണ്, സൊല്യൂട്ടും സോൾവെന്റും. അടുത്തത് ക്ലാസിഫൈ ദ ഫോളോയിങ് പ്ലാന്റ്സ് ബേസ്ഡ് ഓൺ ദി വീനേഷൻ. അതിനകത്ത് വരുന്ന ആ വീൻസ് കണ്ടോ? വെയിൻസ് വരുന്നുണ്ടോ? അതിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് ആ വീനേഷനെ ക്ലാസിഫൈ ചെയ്യണം. എല്ലാ ഇലകളും നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും അല്ലേ? ബാംബൂ, ഹിബിസ്കസ്, കോക്കനട്ട് ട്രീ, പ്ലാന്റിൻ. വാഴ ഇല കാണാത്തവരായിട്ട് ആരും എന്തായാലും ഉണ്ടാവില്ല. പിന്നെ തുളസി, മാംഗോ ട്രീ, ഗുവാ ട്രീ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. റെറ്റിക്കുലേറ്റ് വീനേഷനും പാരലൽ വീനേഷനും. ഓക്കെ, പാരലൽ വീനേഷൻ വരുന്നത് എന്തിനാണ്? പാരലൽ വീനേഷൻ എന്തിനാന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബാംബു കണ്ടോ? ബാംബൂടെ നിങ്ങൾക്ക് ഇവിടെ കാണാം പാരലലി ആയിട്ട് അവിടെ ലൈൻസ് ഫോം ചെയ്യുന്നത്. അടുത്തത് എന്താണ്? ഹിബിസ്കസിൻ്റെ ഇല. ഹിബിസ്കസിന് എങ്ങനെ എന്താണ്? റെറ്റിക്കുലേറ്റ്, വേറൊരു ഷേപ്പിലുള്ള വീനേഷനാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്. സോ റെറ്റിക്കുലേറ്റ് വീനേഷനുള്ളത് ഹിബിസ്കസ്, തുളസി, മാംഗോ, ഗുവ. പാരലൽ വീനേഷൻ വരുന്നത് ബാംബു, പാഡി, ബനാന, കോക്കനട്ട്. ഓക്കെ, അടുത്തത് നോക്കാം. മാച്ച് ദ ഫോളോയിങ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കളറും പിഗ്മെൻറ്റും. റെഡ്
ഏത് പിഗ്മെൻറ്റുമായിട്ട് മാച്ച് ചെയ്യുന്നതാണ്? പിന്നെ ഗ്രീൻ, ഓറഞ്ച്, യെല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. റെഡ് വരുന്നത് ആന്തോസയനിൻ, ഗ്രീൻ വരുന്നത് ക്ലോറോഫിൽ. അത് നമുക്കറിയാം അല്ലേ? ഗ്രീൻ കളറ്, ആ ഒരു പ്ലാന്റ്സിന് ഗ്രീൻ കളർ വരുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറോഫിൽ എന്ന പിഗ്മെൻറ്റ് കാരണമാണ്. കെരോട്ടീൻ എന്താണ്? ഓറഞ്ച് കളർ കൊടുക്കുന്നു. സാന്തോഫിൽ എന്ന് പറയുന്നത് യെല്ലോ കളർ കൊടുക്കുന്നു. ഓക്കെ, അടുത്തത് അറേഞ്ച് ദി ഓർഗാനിസംസ് ഗിവൺ ബിലോ കറക്റ്റ്ലി ടു ഫോം എ ഫുഡ് ചെയിൻ. ഒരു ഫുഡ് ചെയിൻ ഫോം ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? ഇവരെ എന്താ ചെയ്യേണ്ടത്? അറേഞ്ച് ചെയ്യുക. ഫോക്സ്, hen, worm, vulture, plant. Okay, so we humans are directly or indirectly depending upon the plants, right? അപ്പോൾ പ്ലാന്റിനെ വേംസ് തിന്നുന്നു, വേംസിനെ ഹെന്ന് തിന്നുന്നു, ഇനി ഫോക്സ് തിന്നുന്നു, വൾച്ചർ തിന്നുന്നു അല്ലേ? ഇനി വേറെ കുറേ ഫുഡ് ചെയിൻ എഴുതാനായിട്ട് നിങ്ങൾക്ക് അറിയാതിരിക്കുമോ അല്ലേ? ഇനി വേണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? സ്മോൾ ഇൻസെക്ട്സിനെ ആരാ തിന്നുന്നത്? പ്ലാന്റ്സ് മേലാണ് സ്മോൾ ഇൻസെക്ട്സ് ഫീഡ് ചെയ്യുന്നത്. ഇൻസെക്ട്സിനെ ആരാ തിന്നുന്നത്? ഫോർ എക്സാമ്പിൾ ഹെന്ന് കഴിക്കുന്നു, ഹെന്നിനെ ഹ്യൂമൻസ് കഴിക്കുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ പറയാം. അടുത്തത് activity. Listen to Appu's opinion. If there were no microorganisms on earth, would there be infectious diseases? Okay, so all microorganisms should be eliminated. എല്ലാ മൈക്രോഓർഗാനിസംസും എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, ഇൻഫെക്ഷ്യസ് ഡിസീസസിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോളാം. ഡിസീസസ്. ഓക്കെ, കൊള്ളാം അല്ലേ? അപ്പുവിൻ്റെ ആ ഒരു തോട്ട് കൊള്ളാം, പക്ഷെ നടക്കുന്ന കാര്യമാണോ? അപ്പം എന്താണ് ഇതിലൊരു കാര്യവും കൂടി ഉണ്ട്. മൈക്രോ ഓർഗാനിസംസ് എല്ലാം നാശം ചെയ്യുന്നവരാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? വാട്ട് ഇസ് യുവർ റെസ്പോൺസ്? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് മക്കളെ? അങ്ങനെയാണോ? കംപ്ലീറ്റ് ദ സർക്കിൾസ് ഗിവൺ ബിലോ ഇൻക്ലൂഡിങ് ദ ബെനിഫിറ്റ്സ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് അല്ലേ? മൈക്രോ ഓർഗാനിസംസ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ മറന്നൂടാ അല്ലേ? മാർച്ച് 2023 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആൻസർ നോക്കാം. ഇതാണ് ഫില്ല് ചെയ്യേണ്ടവ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, അപ്പുയുടെ ഒപ്പീനിയനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്താണ്? മൈക്രോ ഓർഗാനിസംസ് ആണ് ഡിസീസ് കോസ് ചെയ്യുന്നത്. ബട്ട് ദേ ആർ ഓൾസോ യൂസ്ഫുൾ ഇൻ മെനി വേസ്. ഓക്കെ, പല വേസിലും അവർ യൂസ്ഫുൾ ആണ്. എന്താണ്? പാലിനെ തൈരാക്കാൻ, അങ്ങനെ കുറേ അധികം മാവ് പുളിപ്പിക്കാൻ, ഇതിനൊക്കെ പ്രോസസ്സിന് മൈക്രോ ഓർഗാനിസംസ് നമുക്ക് ആവശ്യമുണ്ട് അല്ലേ? ഓക്കെ, ഇനി സർക്കിൾസ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ടേണിംഗ് ഓഫ് മിൽക്ക് ഇൻ ടു കേർഡ്, യൂസ് ഓഫ് ഓർഗാനിസംസ് A, B, D എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ A എന്തിനൊക്കെയാണ്? ഫെർമെൻറ്റേഷൻ ഓഫ് റൈസ് ബാറ്റർ. എല്ലാ ദിവസവും അല്ലെങ്കിൽ യൂഷ്വലി ബ്രേക്ക്ഫാസ്റ്റിന് വരുന്ന ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാറുണ്ടല്ലോ അല്ലേ? ആ ഇഡ്ഡലി ഓക്കെ, അല്ലെങ്കിൽ ആ ദോശയുടെ മാവ് എങ്ങനെയാ നമ്മൾ അരച്ച് വെച്ചിട്ട് അത് പുളിക്കണം അല്ലേ? അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് ആണ്. ഓക്കെ, ഇഡ്ഡലി കഴിക്കുമ്പോൾ ഇതും കൂടി ഒന്ന് ആലോചിക്കുക. മൈക്രോ ഓർഗാനിസംസിനെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് വൺ എന്താണ്? കൺവേർട്ടിംഗ് അറ്റ്മോസ്ഫറിക് നൈട്രജൻ ഇൻ ടു സോൾട്ട്സ് ഇൻ ദ സോയിൽ വിച്ച് പ്ലാന്റ്സ് ഈസിലി അബ്സോർബ്. നമ്മൾ പ്ലാന്റ്സിന് എന്ത് വേണം? സോൾട്ട് അബ്സോർബ് ചെയ്യണം. അപ്പോൾ അറ്റ്മോസ്ഫറിക് നൈട്രജനെ ആര് കൺവേർട്ട് ചെയ്ത് കൊടുക്കും? നമ്മുടെ മൈക്രോ ഓർഗാനിസം അങ്ങനെ സഹായം ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കും. ഇനി നമ്മുടെ ഫീക്കൽ മാറ്റർ ഉണ്ടല്ലോ, നമ്മുടെ ബോഡി വേസ്റ്റ്, അതിനെ ഡീകമ്പോസ് ചെയ്യാനും വലിയൊരു കാര്യമാണ് അവർ ചെയ്യുന്നത് അല്ലേ? അതിനെ ഡീകമ്പോസ് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നു? മൈക്രോ ഓർഗാനിസംസ് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ആക്ടിവിറ്റി. Read the news headlines. 3 deaths in Perambra. Chikungunya again. COVID for one more extreme caution. അത് ഓർമ്മിപ്പിക്കരുതേ എന്നായിരിക്കും പറയുന്നത് അല്ലേ? ഒരു ലോക്ക്ഡൗൺ കാലവും കൊറോണയും ഒക്കെ കഴിഞ്ഞ് നമ്മൾ വന്നിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ന്യൂസ് ഹെഡ്ലൈൻസിൽ എന്തിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? പലതരം കേസസ് ഓഫ് എന്താണ് ഡിസീസസ് അല്ലേ? പലതരം ഫ്ലൂസ് അല്ലെങ്കിൽ എന്താണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, അതിനെക്കുറിച്ചൊക്കെയുള്ള ന്യൂസ് റിപ്പോർട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മാർച്ച് 2022 ചോദിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ പ്രിപ്പയർ എ പോസ്റ്റർ ടു ക്രിയേറ്റ് അവെയർനെസ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, നമ്മുടെ ക്വസ്റ്റ്യൻസ് തീരാറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ക്ലാസ് തീരാറായിരിക്കുന്നതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. വേഗം തന്നെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. സോ അലേർട്ടായിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, സോ പ്രിപ്പയർ എ പോസ്റ്റർ ടു ക്രിയേറ്റ് അവെയർനെസ് എമംഗ് ദി സൊസൈറ്റി അഗെയിൻസ്റ്റ് സച്ച് പാൻഡമിക് ഡിസീസ്. സിമ്പിളായിട്ട് മക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പോസ്റ്റർ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ കോൺടാക്റ്റിലൂടെ സ്പ്രെഡ് ആവുന്ന ഏതെങ്കിലും 2 ഡിസീസസിനെ കുറിച്ച് എഴുതുക എന്നുള്ളതാണ് കേട്ടോ. പോസ്റ്റർ നിങ്ങൾ അടിച്ച് പൊളിച്ച് ചെയ്യും എന്നുള്ളത് ഐ എം ഷുവർ അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? എങ്ങനെ പോസ്റ്റർ ഉണ്ടാക്കാം? അവോയ്ഡ് ആർട്ടിഫിഷ്യൽ ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ്. പിന്നെ കവർ യുവർ മൗത്ത് ആൻഡ് നോസ് വെൽ കഫിങ് ഓർ സ്നീസിങ്. കൊറോണയുടെ സമയത്ത് കണ്ട കുറേ അധികം പോസ്റ്റേഴ്സ് എന്തായാലും ഓർക്കുണ്ടാവും അല്ലേ?
മാസ്ക് ധരിക്കുക, കൈകളും മുഖവും നല്ലോണം കഴുകിയതിന് ശേഷം മാത്രം എന്താണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. അങ്ങനത്തെ കുറേ പോസ്റ്റേഴ്സ്. അതുപോലെ തന്നെ നല്ലൊരു പോസ്റ്റർ ഉണ്ടാക്കിയിടാൻ പറ്റില്ലേ? പറ്റും. ഇനി ഡോണ്ട് ടേക്ക് ഫുഡ് കെപ്റ്റ് ഓപ്പൺ ഇൻ ദി എയർ, തുറന്നു വെച്ച ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇനി എന്താ 2 ഡിസീസിൻ്റെ പേര്? കോമൺ കോൾഡും ചിക്കൻ ബോക്സും ആണ് വരുന്നത്. നമ്മൾ ഈ ഒരു ടൈമിൽ നാളെ വരാൻ സാധ്യതയുള്ള അതുപോലത്തെ അതേ മോഡൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 3rd ടേമിലെ ചാപ്റ്റേഴ്സ് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഓൾ ദി ബെസ്റ്റ് പറയാനും നിങ്ങളോട് ഈ ക്ലാസ്സിനെ കുറിച്ചൊക്കെ പറയാനായിട്ട് ചിന്നു മിസ് നമ്മുടെ കൂടെ ഉണ്ട്. ജോയിൻ ചെയ്യണം കേട്ടോ. ജോയിൻ ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, നല്ല രീതിയിൽ നമ്മുടെ ഈ സെക്ഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ മക്കളെല്ലാവരും ഇപ്പൊ ഇനി ഇതൊന്ന് റിവൈസ് ചെയ്യണമെങ്കിൽ രാവിലെ കൂടി ഈ ക്ലാസ് എടുക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചു നോക്കിയിട്ട് തന്നെ ആൻസർ ചെയ്യുക. അതുപോലെ ഇപ്പൊ ഏതെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൽ ആദ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാതെ ഈസി ആയിട്ടുള്ളത് ആൻസർ ചെയ്യുക. ഓക്കെ. അതാ എക്സാം ടൈമിൽ പോയിട്ട് വറീഡ് ആവേണ്ട കാര്യമില്ല. ടൈം ഒന്ന് മാനേജ് ചെയ്തിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് വൃത്തിക്ക് എഴുതുക. മേക്ക് ഷുവർ ആ എല്ലാ പോയിന്റ്സും നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ? അറിയാവുന്ന ക്വസ്റ്റ്യൻ വൃത്തിക്ക് എഴുതുക. അത് നിങ്ങൾക്ക് ചെയ്യാമല്ലോ. പിന്നെ എന്താണ്, ഇപ്പം ഇനി ലൈവ് കാണാൻ ലേറ്റായിട്ട് കയറിയവരുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്ലൈഡ് ഇതിൻ്റെ നമ്മൾ PPT യൂസ് ചെയ്ത സ്ലൈഡ് PPTയുടെ PDF നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് നിങ്ങൾ യൂസ് ചെയ്യുക. ഇനി ഫ്രണ്ട്സ് കയറാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. രാത്രിയോ നാളെ രാവിലെ ഒക്കെ ആയിട്ട് അവരിരുന്ന് ക്ലാസ് കാണുന്നുണ്ട് അല്ലേ? പിന്നെ ഈ കമ്മ്യൂണിറ്റിയുടെ കാര്യം അവരിലേക്കും കറക്റ്റായിട്ട് ഷെയർ ചെയ്യുക. നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റി ലിങ്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് തന്നെ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ അല്ലേ? അതല്ലേ മിസ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നല്ലോണം പഠിച്ച് നല്ലോണം ഉറങ്ങി നാളെ ഫ്രഷ് ആയിട്ട് വീണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പോൾ പെർഫോം വെൽ. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.